ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ, ഉംദത്തുൽ അഹ്കാമിലെ കിതാബുൽ ബുയൂ ആണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അധ്യായത്തിലെ തന്നെ ഉപ അധ്യായമായ ബാബു മാനുഹിയ അൻഹു മിനൽ ബുയൂ, കച്ചവടത്തിൽ വിലക്കപ്പെട്ടതായ കാര്യങ്ങൾ, അഥവാ വിലക്കപ്പെട്ട കച്ചവടങ്ങൾ ഏതൊക്കെയാണ് എന്നറിയിക്കുന്ന അധ്യായമാണ് ആരംഭിച്ചത്. അതിലൊന്നാമത്തെ ഹദീസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത്. ആ അധ്യായത്തിലെ രണ്ടാമത്തെ ഹദീസ് ഉംദത്തുൽ അഹ്കാമിലെ 272 ഹദീസ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا تلقوا الركبان ولا يبيع بعضكم على بيع بعض ولا تناجشوا ولا يبيع حاضر لبعض ولا تصروا الغنم ومن ابتاعها فهو بخير النظرين بعد أن يحلبها إن رضيها أمسكها وإن سخطها ردها وصاعا من تمر وفي لفظ هو بالخيار ثلاثة. സഹോദരങ്ങളെ, 5 നിഷിദ്ധമായ കച്ചവടങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഈ 5 കച്ചവടങ്ങളും നിഷിദ്ധമാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ കച്ചവടങ്ങളിൽ ഗററുണ്ട്, അഥവാ ഒരു അജ്ഞത അതിനെക്കുറിച്ചുണ്ട് എന്നതിനാൽ തന്നെയാണ്. അതിലോരോ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചിലത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലായിരിക്കും അതുണ്ടാവുക. അപ്പോൾ ഓരോ കച്ചവടം ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ടുള്ള വല്ല രീതികളും നമ്മൾ കാണുകയാണ് എങ്കിൽ അത് നമ്മുടെ ഹദീസുമായി ബന്ധപ്പെട്ടതായിരിക്കുമോ ഇല്ലേ എന്നുള്ളത് ആ കച്ചവടം ചെയ്യുന്ന ആളുകൾ ശരിക്കും പരിശോധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇന്ന് കാണുന്ന എല്ലാ കച്ചവടങ്ങളെക്കുറിച്ചും അത് ഇന്നതാണ് നിഷിദ്ധം, എന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു ക്ലാസ് ആയിരിക്കുകയില്ല, അല്ലെങ്കിൽ അത്തരം വിശദീകരണങ്ങളായിരിക്കുകയില്ല ഇത്തരം ഉസൂലിയായ ഗ്രന്ഥങ്ങളിൽ ലഭിക്കുക. മറിച്ച് അതിൻ്റെ അടിസ്ഥാനങ്ങളായിരിക്കും ലഭിക്കുക. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇതുമായി തട്ടിച്ചു നോക്കുക, അത് ഈ പറഞ്ഞതിനോട് യോജിക്കുന്നതാണോ, ആണെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ മുന്നോട്ട് പോകുക. അങ്ങനെ നമ്മൾ ഓരോ വിഷയങ്ങളും പഠിച്ചുകൊണ്ട് പോകാനാണ് കച്ചവടം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി പറഞ്ഞ കാര്യം ലാ തലഖൗ റുക്ബാൻ എന്നാണ്. റുക്ബാൻ എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന യാത്രാ സംഘത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു നാട്ടിലേക്ക് കച്ചവട വസ്തുക്കളുമായി യാത്രാ സംഘം വന്നു കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് പോയി, അഥവാ ബോർഡറിൽ തന്നെ പോയി അവരെ കണ്ടുമുട്ടി അവിടുന്ന് തന്നെ നമ്മുടെ നാട്ടിലെ അങ്ങാടിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് തന്നെ കച്ചവടമാക്കുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്, അത് പാടില്ല എന്നുള്ളതിനാണ് ലാ തലഖൗ അർ-റുക്ബാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഉദാഹരണത്തിന് ഇവിടെ പാളയമാണ് ഇവിടുത്തെ അങ്ങാടി. അപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ടാകും, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ടാകും, അതല്ലെങ്കിൽ അങ്ങനെ പല നാടുകളിൽ നിന്ന് വരുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ അങ്ങാടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെയുള്ള വേറൊരു ടീം അല്ലെങ്കിൽ ഒരു വ്യക്തി, ഗ്രൂപ്പായിട്ടോ ഒരു വ്യക്തിയായിട്ടോ എന്ത് ചെയ്യാണ്, ബോർഡറിൽ തന്നെ പോയിട്ട് ആ സാധനം എന്ത് ചെയ്യാണ്, അത് വില പറഞ്ഞ് അവിടെ കച്ചവടാക്കി അത് കൈക്കലാക്കിയിട്ട് നാട്ടിലേക്ക് നമ്മൾ വിൽക്കാൻ കൊണ്ടുവരികയാണ്. ഈ രൂപത്തിലുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറയുന്നത്. ഇവിടെ 2 കൂട്ടർക്കും പ്രയാസമുണ്ട്. ഒന്ന്, ഈ വരുന്ന യാത്രാ സംഘത്തിന്, കച്ചവട യാത്രാ സംഘത്തിന് അങ്ങാടി നിലവാരം അറിയാൻ സാധിക്കാത്തതായ ഒരു പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഇടയിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അവർ ഇതിൻ്റെ നിലവാരം എത്രയാണ്, നമ്മൾ മൊത്തമായിട്ട് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് അവരെ വഞ്ചിച്ചുകൊണ്ട് അതെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് കാലഘട്ടത്തിൽ പലപ്പോഴും അവർ എന്ത് ചെയ്യാറുണ്ട്, അങ്ങാടി നിലവാരം അറിയാനുള്ള മറ്റു പല ഫോൺ സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഇതിൻ്റെ ഉദ്ദേശം ഈ നിലക്കാണ്. അതല്ലെങ്കിൽ വലിയ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വലിയൊരു ബോട്ടിൽ ഒരുപാട് മത്സ്യം കൊണ്ടുവരിക. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ബേപ്പൂർ അങ്ങാടിയിലോ ബേപ്പൂർ കടപ്പുറത്തോ അതല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് എത്തും. അപ്പം അതിന് മുമ്പ് തന്നെ വേറൊരു വിഭാഗം പോവുകയാണ്, ഒരു കടലിൽ തന്നെ പോയിട്ട് അവർ ഈ അങ്ങാടി നിലവാരം ഇവരെ അറിയിക്കാതിരിക്കാൻ വേറൊരു വില പറഞ്ഞത് വാങ്ങിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഒന്ന്, ഈ യാത്രാ സംഘത്തിന് തന്നെയുള്ള പ്രശ്നമാണ് ഒരു കാരണം. രണ്ടാമത്തേത്, ഈ നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാണിത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേർക്ക് നേരെ നാട്ടിൽ ആ സാധനം ഇറങ്ങുകയാണെങ്കിൽ നാട്ടുകാർക്ക് കുറച്ചുകൂടി വില കുറവിന് അത് ലഭിക്കുമായിരുന്നു.
എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇടയിൽ ഒരു ടീം പോയിട്ട് അത് എടുത്തുകൊണ്ടുവന്ന് വിൽക്കുന്ന സമയത്ത് അവർക്കൊന്നുകൂടി അത് വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കച്ചവടം ചെയ്യരുത്, അത് അങ്ങാടിക്ക് ദോഷമാണ്, ആളുകൾക്ക് ദോഷമാണ് എന്നതാണ് ഈ ഹദീസിൽ അതാണ് അറിയിക്കുന്നത്. കാരണം ദീനുൽ ഇസ്ലാമിലെ വിലക്കുകളെല്ലാം തന്നെ രണ്ടു കൂട്ടർക്കും ഉപകരിക്കുന്നതാണ്. കച്ചവടം ചെയ്യുന്ന ആളുകൾക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതല്ലെങ്കിൽ അതേപോലെ തന്നെ വാങ്ങുന്നവർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത്. രണ്ടു കൂട്ടരെയും ഒരുപോലെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇസ്ലാമിൻ്റേത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെയുള്ള പല പ്രത്യയശാസ്ത്രങ്ങളും ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. അല്ല, ഈ കാലഘട്ടത്തിലുള്ള കമ്മ്യൂണിസം പോലെയുള്ള വിഭാഗം അത് പലപ്പോഴും തൊഴിലാളികൾക്കൊപ്പമാണ് ഈ രൂപത്തിൽ പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ പല കാര്യങ്ങളും അവർ കൊണ്ടുവരും. എന്നാൽ ഇപ്പുറത്ത് മുതലാളിത്തം കൊണ്ടുവരുന്ന ആളുകളാണെങ്കിലോ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ദീനുൽ ഇസ്ലാം മുഴുവൻ ആളുകൾക്കും നീതിയോടുകൂടിയും അതേപോലെ തന്നെ ഉപകരിക്കുന്ന, ഒരുപാർക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആശയങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും കച്ചവടങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ വിഷയമാണ്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിഷിദ്ധമായ കച്ചവടം വലാ യബി ബഅദുകും അലാ ബൈഇ ബഅദ്, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളുടെ മേലെ കച്ചവടം ചെയ്യരുത് എന്നുള്ളത്. അതായത് ഒരാൾ പോയൊരു സ്ഥലത്ത് നിന്ന് കച്ചവടം ഉറപ്പിച്ചു, ഒരു വസ്തു വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ എത്തി ഒരു കടയിൽ പോയി, ഞാൻ ഈ സാധനം, ഉദാഹരണത്തിന് ഈത്തപ്പഴം, ഞാൻ ഈ 10 കിലോ ഈത്തപ്പഴം അത് ഞാൻ 2000 രൂപക്ക് എടുത്തു, കിലോ 200 റേറ്റിന് 2000 രൂപക്ക് എടുത്തു എന്ന് പറഞ്ഞ് അവിടെ കച്ചവടം ഉറപ്പിച്ചു. അപ്പോൾ ഉടനെ തന്നെ അത് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് കച്ചവടമായി. അപ്പുറത്തെ കച്ചവടക്കാരൻ പതിയെ ആംഗ്യം കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ, ഇനിയിപ്പോൾ ചില ആളുകൾക്ക് ഒരു മടി ഉണ്ടാവില്ല ആ കച്ചവടം മുടക്കാൻ, അവർ ഇങ്ങോട്ട് വരും, ആ രൂപത്തിൽ നടന്ന ഒരു കച്ചവടത്തിന് അയാൾ എന്ത് ചെയ്യും, ഞാൻ 1900 തരാം അല്ലെങ്കിൽ 1850 തരാം, ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് വിളിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ, അത് രഹസ്യമായിട്ടാവട്ടെ പരസ്യമായിട്ടാകട്ടെ, ആ രൂപത്തിൽ കച്ചവടം ചെയ്യുക. അതാണ് ഇതിൻ്റെ വിഷയം. അങ്ങനെ ചെയ്യരുത് എന്നാണ്. എന്നാൽ ഇതിനർത്ഥം ആദ്യത്തെ കച്ചവടക്കാരൻ വലിയൊരു വില പറഞ്ഞ് പറ്റിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അത് മാർക്കറ്റിൽ ഇല്ലാത്തൊരു വില പറഞ്ഞ് പറ്റിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അയാൾക്കതിൻ്റെ ഹക്കീക്കത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ല, എല്ലാ സാധനത്തിനും ഒരു നാട്ടിലൊരു മാർക്കറ്റിനൊരു വില ഉണ്ടാവും, അത് അറിയപ്പെട്ട കാര്യമാണ്. ഈ പറയുന്ന ഈത്തപ്പഴത്തിന് 200 മാർക്കറ്റിൽ വിറ്റുപോകുന്ന വിലയാണ്. അപ്പം അങ്ങനെയുള്ളൊരു വില മാത്രമേ ആദ്യത്തെ കച്ചവടക്കാരൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഒരിക്കലും തന്നെ മറ്റേയാൾ എന്ത് ചെയ്യരുത്, കച്ചവടം ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ നടന്നൊരു കച്ചവടം അത് മുടക്കി വലിച്ചു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇതെല്ലാ മേഖലയിലും പെടും. ഇത് ഈ ഒരു ഉദാഹരണം മാത്രമല്ല, എല്ലാ മേഖലയിലും പെടും. ഇപ്പോൾ ഒരാൾ വാടക ഇതേപോലെ തന്നെ നിശ്ചയിച്ചൊരു റൂമിന് നിശ്ചയിച്ചൊരു ടീമുമായിട്ട് നിശ്ചയിച്ചു. അത് നാട്ടിൽ പറയുന്നൊരു വാടക തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളൂ. അയാൾ എന്ത് ചെയ്യാണ്, അവിടെ വാടകയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു, റെഡിയായി, ടീമൊക്കെ റെഡിയായി. അപ്പോഴേക്കും ഈ കച്ചവടം ഉറച്ചു എന്ന് കണ്ടപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, അയാൾക്ക് ചിലപ്പോൾ അതേപോലത്തെ റൂമുണ്ടാവും, ഞാനിതാ ഒരു 2000 കുറച്ചിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് കച്ചവടം നടന്നതിൻ്റെ മേലെ എന്ത് ചെയ്യരുത്, കച്ചവടം ചെയ്യരുത് എന്നാണ് പറയുന്നത്. അത് എന്താണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ മാനസികമായ അനൈക്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളും ദീനിൽ എപ്പോഴും വിലക്കപ്പെടുന്ന കാര്യമാണ്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പകയും ഒക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഇത്തരം റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഈ രൂപത്തിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിദ്വേഷങ്ങളും ഒക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള രീതിയിൽ ഇടപെടുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കച്ചവടം നടക്കുന്ന അവിടെ മാത്രമല്ല, അതിനുശേഷം ഇയാൾക്ക് ഇത് തിരിച്ച് റിട്ടേൺ പോളിസിയിൽ ഇപ്പോൾ 3 ദിവസം വരെ റിട്ടേൺ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 ദിവസത്തിൻ്റെ ഇടയിലും മറ്റേയാൾ പോയിട്ട് എന്ത് ചെയ്യരുത്, പറയരുത്. കാരണം അപ്പോഴും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖിയാറുൽ മജ്ലിസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കച്ചവടം നടന്നാലും ശരി, അവിടുന്ന് പിരിയുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, കച്ചവടം ഒഴിവാക്കാം. അപ്പം അങ്ങനെ ഒരു സംവിധാനം കിട്ടും. മറ്റേയാൾ 1850 എന്ന് പറഞ്ഞാൽ ഇവിടെ കച്ചവടം കൊടുത്തിട്ട് പൈസ കൊടുത്താൽ പോലും എനിക്ക് വേണ്ടാന്ന് പറയാൻ ദീനിൽ അനുവാദമുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ആ അനുവാദം വെച്ചിട്ട് അത് ഒഴിവാക്കിയിട്ട് മറ്റൊരുത്തൻ്റെ അടുത്തേക്ക് പോകും. അതുകൊണ്ടാണത് മറ്റവനോട് നീ അങ്ങനെ വില കുറച്ചങ്ങനെ അല്ലെങ്കിൽ അയാൾക്ക് മേൽ കച്ചവടം ചെയ്യരുതെന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ ഖിയാർ മറ്റൊന്നാണ്, ഖിയാർ ഷർത്ത് ഉണ്ട്. ഒരു ഇത്ര നിബന്ധന വെക്കും, നമ്മൾ ഈ പ്രോഡക്റ്റ് 5 ദിവസം വരെ എടുക്കും, ഒരാഴ്ച വരെ എടുക്കും, ഒരു മാസം വരെ എടുക്കും. അപ്പം അത്രയും സമയത്തിനുള്ളിലും പോയിട്ട് മറ്റേയാൾ എന്ത് ചെയ്യരുത്, ഇയാളോട് നീ ഞാൻ ഇത്രക്ക് തരാമെന്ന് പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇയാൾ തിരിച്ചതുകൊണ്ട് തിരിച്ചു കൊടുക്കും. കാരണം റിട്ടേൺ പോളിസി ഉണ്ടല്ലോ, ഒരാഴ്ച വരെ ഉണ്ട്, ഒരു മാസം വരെ ഉണ്ട്. അത് കൊടുത്തിട്ട് ഇയാളുടെ അടുക്കൽ നിന്നും പിന്നീട് വില കുറവിന് വാങ്ങാൻ സാധ്യതയുണ്ട്. ഇത് മറ്റേ ആൾക്ക്, ആദ്യത്തെ ആൾക്കൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് മറ്റു ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, ലാ യശ്തരി അലാ ശിറാഇഹി, ഒരാൾ വാങ്ങിയതിൻ്റെ മേലെ മറ്റൊരാൾ
വാങ്ങരുത് എന്നുള്ളത്. അത് തിരിച്ചാണ്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുക, കസ്റ്റമർ സൈഡ് നോക്കുക. ഒരു കച്ചവടക്കാരൻ ഈ പറഞ്ഞ ഈത്തപ്പഴം 2000-ന് വിറ്റു. അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ ഇത് 2300-ന് എടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത്രയും ലാഭമല്ല, ഞാൻ 2300-ന് എടുക്കാം. അതെന്തിനാണ് നിങ്ങളങ്ങനെ എടുക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ പല രീതികളുണ്ടാകും. കാരണം ഒരു കമ്പനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ആൾക്കൊക്കെ എത്ര ബില്ല് ഇട്ടുകഴിഞ്ഞാൽ അയാൾ അതിൻ്റെ പേരിലൊക്കെ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യും. കാരണം അയാൾ നമ്മൾ വിചാരിക്കും ഇയാൾ എന്തിനാ കൂടുതൽ എടുക്കുന്നത്, 2000-നുള്ളത് 2300-ന് എടുക്കുന്നത്. അത് അതിൻ്റെതായ ന്യായങ്ങളൊക്കെ അതിൻ്റെതായ തട്ടിപ്പുകളൊക്കെ ഉള്ള ആളുകളുണ്ട് ആ കമ്പനിക്ക് വേണ്ടി. ഇയാളെ കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല, ഇയാളൊരു പർച്ചേസർ മാത്രമായിരിക്കും. അയാൾക്ക് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് 2300-ന് വാങ്ങിയാൽ ചിലപ്പോൾ ആ വേറെ നിലക്കുള്ള കമ്മീഷനൊക്കെ ഇയാൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ ഈ കസ്റ്റമർ സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കച്ചവടം ഉറപ്പിച്ചത് എന്ത് ചെയ്യുക, അയാൾ പറയാണ് ഞാൻ 2300-ന് തരാം. കാരണം എന്താണ്, അവിടെ ഖിയാറുൽ മജ്ലിസുള്ള സ്ഥിതിക്ക് കച്ചവടക്കാരന് എന്ത് പറയാം, ഇല്ല ഞാൻ വിൽക്കുന്നില്ല എന്ന് പറയാം. ഇപ്പോൾ ഒരാൾ 2000-ൻ്റെ സാധനം ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് അപ്പുറത്തെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു 2300 തരാം, അല്ലെങ്കിൽ അവിടെ വന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ ആൾക്ക് ഞാൻ വിൽക്കണില്ല, എൻ്റെ ഈത്തപ്പഴം തിരിച്ചു തരും, നിൻ്റെ 2000 രൂപ ഇതാ എന്ന് പറഞ്ഞ് മടക്കാം. അപ്പോൾ ഇയാൾ 2300 കൊടുക്കുന്നു, അത് വാങ്ങുന്നു. അങ്ങനെയും ചെയ്യാൻ പാടില്ല. അതായത് വാങ്ങുന്നവനും എന്ത് ചെയ്യരുത്, ഒരാൾ വാങ്ങിയതിൻ്റെ മേൽ വാങ്ങാൻ പാടില്ല എന്ന് വന്നിട്ടുണ്ട്. ഇത് വിവാഹാലോചനയുടെ വിഷയത്തിലും ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഒരു പെണ്ണിനെ ഒരാൾ പോയി കണ്ടു, സംസാരങ്ങളൊക്കെ നടക്കുകയാണ്, ഇഷ്ടപ്പെട്ടു എന്നോ മുന്നോട്ട് പോകാമെന്നോ പറഞ്ഞിട്ടില്ല, ഒഴിവാക്കിയെന്നും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും മറ്റുമൊക്കെ ഉണ്ടാകും. കണ്ടതുകൊണ്ട് മാത്രമല്ല റെഡി ആയിക്കൊള്ളുന്നില്ല, അവർ മറ്റു പലതും അന്വേഷിക്കുകയൊക്കെ ചെയ്യും, അതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈം ഉണ്ടാകും. ഇതിനിടയിൽ വേറൊരാൾ വന്നിട്ട് ആ പെണ്ണിനെ പോയി കണ്ടത് ഉറപ്പിക്കുക എന്ന് പറയുന്നത് പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പറഞ്ഞിട്ടുണ്ട്, വലാ യഖ്തിബ് അലാ ഖിത്ബതിഹി. ഒരു മുസ്ലിമിൻ അവൻ ഒരു വിവാഹാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ പോയി നീ വിവാഹാലോചന നടത്തരുത്. ഇതൊക്കെ എന്താണ്, മാനസികമായ അനൈക്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമാണ്. പക്ഷെ പല ആളുകൾക്ക് അതൊന്നൊരു വിഷയമല്ല. ദുനിയാവിൻ്റെ എന്തെങ്കിലുമൊക്കെ ലാഭത്തിന് ആരെന്നെ വെറുത്താൽ എന്താണ്, അല്ലെങ്കിൽ ആര് തമ്മിൽ നമ്മൾ അനൈക്യത്തോടു കൂടി കിടന്നാൽ എന്താണ്, അത് പ്രശ്നമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനീങ്ങൾ എല്ലാവരും, എല്ലാ മുഅ്മിനീങ്ങളും പരസ്പരം സഹോദരങ്ങളാണ്, ഒരു ഉമ്മ പെറ്റവരെ പോലെയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അനൈക്യമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത്. എല്ലാവരും മുസ്ലിമാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അംഗീകരിക്കുന്നവരാണോ, അവരോട് അവരുടേതായ ഹക്കുകൾ നമുക്ക് പല വിഷയങ്ങളിലുണ്ട്. അപ്പോൾ അവനെന്ത് വിചാരിച്ചാൽ അവനൊരു നഷ്ടം ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ എവിടെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തീരുമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അതും ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് സാന്ദർഭികമായി ഉണർത്തിയതാണ്. മറ്റ് ചില ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. മൂന്നാമത് ഈ ഹദീസിൽ വിലക്കിയിട്ടുള്ള കാര്യം വലാ തനാജഷു എന്നാണ്. എന്താണ് തനാജുഷ്? പണ്ഡിതന്മാർ പറയുന്നു വഹുവ അൻ യർഫഅ ഫീ സിഅരി സിൽഅ മൻ ലാ യുരീദു ശിറാഉഹ. ഇത് പ്രത്യേകിച്ച് ലേലം വിളിയിലൊക്കെയാണ് ഇത് ഉണ്ടാവാറുള്ളത്. ലേലം വിളിക്കുന്ന നമുക്കറിയാം, ഒരു മാർക്കറ്റിൽ ഒരു വില പറഞ്ഞ് അതിലെന്ത് ചെയ്യും, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഒരു മീൻ വലിയൊരു കൊട്ട കൊണ്ടുവന്ന് ഇതൊരു 1000 രൂപ എന്ന് പറയും, അയാൾ പറയും, മറ്റൊരാൾ പറയും 1050, 1100, 1200. ഇത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷെ ഇതിലൊരു തെറ്റായൊരു വിഷയം വരും. എങ്ങനെയാണ്? വഹുവ അൻ യർഫഅ ഫീ സിഅരിൽ സിൽഅതി മൻ ലാ യുരീദു ശിറാഉഹ. വാങ്ങാൻ ഉദ്ദേശിക്കാത്ത ഒരുത്തൻ എന്ത് ചെയ്യും, വെറുതെ അവിടെ വില കയറ്റി പറയും. അത് ഒന്നുകിൽ ഈ കച്ചവടക്കാരൻ്റെ കൂടെ നിന്നിട്ട് ബാക്കിയുള്ളവരെ വഞ്ചിക്കുന്നവരായിരിക്കും, ആളായിരിക്കും, വെറുതെ അങ്ങോട്ട് ഇങ്ങനെ കൂട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇവന് എങ്ങനെ ആയാലും ഇവനത് കൂട്ടുന്നറിയാം. ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഇവൻ അത്യാവശ്യമുള്ളൊരു വസ്തു എന്ന് അറിഞ്ഞ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വാങ്ങുന്നവൻ ചിലപ്പോൾ ഒരു ആ രൂപത്തിൽ ഒരു ദുരഭിമാനിയൊക്കെ ആയിരിക്കും, ഞാൻ അങ്ങനെ ആയാലും ഇത് വാങ്ങിയിട്ടേ പോവുള്ളൂ, ആ രൂപത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ മച്ചൻ വെറുതെ നിന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കൂട്ടും. 1000 പറഞ്ഞവൻ 1200, അവനെ വാങ്ങൂല. അപ്പോൾ ഇയാൾ ഒരു 1250, 1400, 1500 ഇങ്ങനെ ഇയാളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നടത്തുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ നിഷിദ്ധമായ കാര്യമാണ്. അത് പാടില്ലാത്ത കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ അതിൻ്റെ തിരിച്ചും ഇതിൽ തനാജുഷിന് അല്ലെങ്കിൽ നജിഷിന് വേറൊരു രീതിയും ഉണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. കുറേ ആളുകൾ പോയിട്ട് എന്ത് ചെയ്യാണ്, കുറേ കച്ചവടക്കാർ, അവർക്ക് വാങ്ങുന്ന മെയിനായിട്ടുള്ളൊരു ഹോൾസെയിലർ ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് ഈ ആളുകളൊക്കെയാണ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്, അഥവാ ഈ കച്ചവടക്കാരാണ്. അപ്പോൾ ഇവർ പോയിട്ട് അയാളോട് പറയും, നമ്മൾ സാധാരണ അതിന് 1000 ആണെങ്കിൽ നമ്മൾ 800-ന് എടുക്കുള്ളൂ എന്ന് പറയും. അപ്പം എല്ലാവരും കൂടി ഒത്തിട്ട് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഹോൾസെയിലറിനൊന്നും ചെയ്യാൻ പറ്റൂല, ഇയാൾക്ക് ഇത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റൂല, ഇത്രയും വലിയ സാധനങ്ങളാണ്. അപ്പോൾ അയാളെ കൊണ്ട് എന്ത് ചെയ്യാം, അങ്ങനെ രൂപത്തിൽ ഓരോരുത്തരും കുറപ്പിച്ചിട്ട് ഒരു വിലയിൽ കുറപ്പിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാവരും അങ്ങനെ പറയും. കാരണം ഇവിടെ എല്ലാവരും അത് ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ അങ്ങനെ കുറപ്പിച്ചിട്ട് ഓരോ ദിവസവും ഓരോരുത്തർക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ കച്ചവടക്കാരന് വിൽക്കുന്നവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയും പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു രീതി നജിഷിൽ പറയുന്നത്, അത് ഒരാൾ വില കുറച്ച് പറയുമെന്ന് കണ്ടു കഴിഞ്ഞാൽ
ആദ്യമേ തന്നെ മാർക്കറ്റ് റേറ്റിനേക്കാൾ ഒരുപാട് വില കൂട്ടി പറഞ്ഞു വെക്കുക എന്നുള്ളതും ഇതിൽ പെടും എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇന്ന സിയാദത്ത ഫിസ്സൂമി മിൻ നജുഷ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ പറയാം. അതായത് ഒരു വില അത് വെറുതെ വർദ്ധിപ്പിക്കുക. എന്താ വെച്ചാൽ അവൻ എന്ത് ചെയ്യും? ബാർഗെയിൻ ചെയ്യും. അപ്പോൾ ബാർഗെയിൻ ചെയ്താലും കുറയാതിരിക്കാൻ ആദ്യമേ കുറേ കൂട്ടി പറഞ്ഞു വെക്കുക, കുറേ വില അധികമായിട്ടിട്ട് വെക്കുക എന്ന് പറയുന്നതും അത് പാടില്ലാത്തതാണ് എന്നാണ്. എന്നാൽ ബാർഗൈനിങ് എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ദീനുൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. നമുക്കൊരു വസ്തു അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങാം. പറഞ്ഞ വിലക്കന്നെ പോയി വാങ്ങിക്കുക എന്നുള്ളത് അത് അല്ല. അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങുക എന്നുള്ളത് ദീനുൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. മഹാനായ മുഹമ്മദ് ബിൻ ജഅഫർ ബിൻ അബി താലിബ്, അബൂ താലിബിന്റെ മകൻ ജഅഫറിന്റെ മകൻ മുഹമ്മദ്, അദ്ദേഹം ഒരുപാട് ദാനശീലമുള്ള വ്യക്തിയായിരുന്നു എന്നാണ്. പതിനായിരക്കണക്കിന് ദീനാറുകൾ അദ്ദേഹം എന്ത് ചെയ്യും? ചെലവഴിക്കും. പക്ഷേ ചില സമയത്ത് അദ്ദേഹം ഒരു 1/4 ദിർഹമിന് വേണ്ടി എന്ത് ചെയ്യും? ബാർഗെയിൻ ചെയ്യും. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒരുപാട് കൊടുക്കുന്ന വ്യക്തിയാണ്, എന്നാൽ അങ്ങാടി പോയി വല്ലതും വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? വളരെ ചെറിയൊരു രീതിയിൽ അയാൾ എന്ത് ചെയ്യും? ദിർഹം അതിനു വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്ത് കുറപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലമ്മാ ഉഅ്തിയ അന്നാസ് ഇന്നമാ ഉഅ്തീഹും ബിഖുലുഖി, ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് കൊടുക്കുന്നത്, നന്നായി കൊടുക്കണം, കരീമാണ്. വലമ്മാ അബീഉ ഫഇന്നമാ അബീഉ ബിഅഖ്ലി, എന്നാൽ ഞാൻ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ എങ്ങനെയാണ്? ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് കൊടുക്കുന്നു, അത് വേറെയാണ്, അത് വാങ്ങിക്കൊടുക്കും. എന്നാൽ കച്ചവടത്തിൽ അതിൻ്റെതായ രീതിയിലൊക്കെ ചെയ്യും, അതിൻ്റെതായ മാക്സിമം പ്രോഫിറ്റും അല്ലെങ്കിൽ ആ രൂപത്തിൽ വേണ്ട രൂപത്തിലൊക്കെ ചെയ്ത് വിൽക്കുന്ന വാങ്ങുമ്പോൾ ബാർഗെയിനൊക്കെ ചെയ്ത് വാങ്ങി ആ കച്ചവട ഇടപാടൊക്കെ എങ്ങനെയായിരിക്കും. പക്ഷേ ഇപ്പുറത്ത് ആളുകളെ സഹായിക്കുക എന്നുള്ളത് അതിൻ്റെ വേറെയാണ്, അത് ഞാൻ കൊടുക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞു വന്നത് അനാവശ്യമായി അങ്ങനെ വില കൂട്ടി വെച്ചിട്ട് ആളുകൾ ബാർഗെയിൻ ചെയ്താൽ അത് കുറയും. അപ്പോൾ കാര്യമായിട്ട് ഇവൻ കുറച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, ഇവൻ ആദ്യമേ കൂട്ടി വെച്ചതാണ്. കാരണം ഇവൻ വന്നതിനാൽ 100 രൂപ കുറച്ച് പറയുന്ന അറിയുന്നതിനെ കൊണ്ട് ഇവൻ ആദ്യം അങ്ങനെ കൂട്ടി വെക്കുന്നത് അതും ഇതിൽ പെടും എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കച്ചവടക്കാരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നിലക്കുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തുജാർ ഫുജാർ, കച്ചവടക്കാർ തെമ്മാടികളാണ്. ഇല്ലാ മൻ സദഖ വബറ, സത്യസന്ധതയും നന്മയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ, വഖലീലും മാഹും, അത്തരക്കാർ വളരെ കുറച്ചുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പല വിഷയത്തിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിനോട് ഏറ്റവും അഫ്ളലുൽ കസ്ബ്, ഏറ്റവും നല്ല സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അഫ്ളലുഹു അൽ ഇജാർ, വാടക കൊടുക്കലാണ് എന്നാണ് പറഞ്ഞത്. കെട്ടിടങ്ങളോ മറ്റോ ഒക്കെ എടുത്തിട്ട് വാടക കൊടുത്തിട്ട് ആ വാടക വരുമാനം എടുക്കലാണ് ഏറ്റവും അഫ്ളൽ എന്നുള്ളത്. അപ്പോൾ അവിടെ വേറെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. ഹറാമായ കാര്യത്തിലൊന്നും വാടക കൊടുക്കാൻ പാടില്ല. ഇവിടെ കച്ചവടം പാടില്ല അങ്ങനെയൊന്നല്ല ഈ പറയുന്നത്. കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊക്കെ ധാരാളം അക്വാലുകളൊക്കെ മറ്റും നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ചുരുക്കം പറഞ്ഞത്, കച്ചവടം ചെയ്യുന്നവർ നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ബഹുഭൂരിപക്ഷത്തിൻ്റെ രീതിയും എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ധനത്തോടുള്ള ആർത്തി കാരണത്താൽ, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അവർ പണം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരിക്കും പലരുടെയും മുന്നിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇങ്ങനെ പല മസലകളും അവർ ശ്രദ്ധിക്കാറില്ല. അടുത്തത് പറഞ്ഞത് 4ാമത്തെ കാര്യം, വല യബി ഹാദിറുൻ ലിബാദ്, ഹാദിർ ബാദിലുള്ളവൻ വിൽക്കരുത് എന്നാണ്. ഹാദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഹാദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് ആ നാട്ടിലുള്ള ആൾ, നാട്ടിലുള്ള അങ്ങാടി നിലവാരമൊക്കെ അറിയുന്ന, അങ്ങാടിയിൽ അങ്ങാടിയിൽ കച്ചവടം ചെയ്ത് പരിചയമുള്ള ആൾ. ബാദ് എന്ന് പറയുന്നത് അത് മറ്റ് ദൂര ദിക്കുകളിൽപ്പെട്ട അറാബികളല്ല, അങ്ങനെയുള്ള ഗ്രാമീണരാകണം എന്നില്ല. ആ നാട്ടിലെ കച്ചവടത്തെക്കുറിച്ച് അറിയാത്ത ആരുമാകാം, അങ്ങനെയുള്ള ആളുമാകാം. അപ്പോൾ ഇവിടെ താമരശ്ശേരിയുള്ള ഒരാൾക്ക് ചിലപ്പം പാളയം മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല. പാളയം മാർക്കറ്റിൽ കച്ചവടം ചെയ്ത് പരിചയമുള്ള ആ ആൾക്കാണ് ഇവിടെ ഹാദിർ എന്ന് പറയാം. ദൂരമുള്ള ആൾക്കായിരിക്കും ബാദ് എന്ന് പറയാം. അപ്പോൾ ഈ അങ്ങാടിയിലുള്ളവൻ എന്ത് ചെയ്യരുത്? അങ്ങാടിയിലുള്ളവൻ മറ്റവൻ എന്ത് ചെയ്യരുത്? വിൽക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? നേരത്തെ നമ്മൾ തലക്കി റുക്ബാനിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ അങ്ങാടിയിൽ പുറത്തുള്ള ആൾ വന്നിട്ട് മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ നാട്ടുകാർക്ക് എന്ത് ചെയ്യും? വളരെ വില കുറഞ്ഞ് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇടയിൽ ഇങ്ങനെയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അയാൾ എന്ത് ചെയ്യും? അയാൾ വാങ്ങിയിട്ട് വലിയ വിലക്ക് ഇവിടെ വിൽക്കും. ഇടയിൽ ഒരാൾ ഇത് മൊത്തം എടുത്തിട്ട് അയാൾ അതിനേക്കാൾ വലിയ വിലക്ക് ഇവിടെ എന്ത് ചെയ്യും? ഇവിടുത്തെ പ്രൈസ് വളരെയധികം വർദ്ധിപ്പിക്കും. ആളുകൾക്ക് വേറെ ഓപ്ഷനുമില്ല. കാരണം ഇയാൾ എന്ത് ചെയ്യാണ്? ഇടയിൽ വാങ്ങിയിട്ട്, ഉദാഹരണത്തിന് ഒരു അരിക്കച്ചവടം, ദൂര തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇവിടെ നേരെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കിലോ ഒരു 50 രൂപ കിട്ടുന്ന അരിയായിരിക്കും. പക്ഷെ ഇടയിൽ ഒരാൾ നിന്നിട്ട് എന്ത് ചെയ്യും? ഒന്നാകത് വാങ്ങും, എന്നിട്ട് അയാൾ വന്നിട്ട് ഇവിടെ വിൽക്കും. ആ വിൽക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും? മൊത്തം വില 60 ആക്കി കളയും. അത് ആളുകൾക്കൊക്കെ 60 വാങ്ങേണ്ട അവസ്ഥയാണ്. വേറെ 50 കിട്ടാൻ വകുപ്പില്ല. കാരണം മൊത്തം അങ്ങോട്ട് എടുത്ത് വിൽക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ളതാണ് പല കോർപ്പറേറ്റുകളും പലപ്പോഴും ചെയ്യുക. ജനങ്ങൾ ഉപദ്രവിക്കുന്ന രൂപത്തിലായിരിക്കും ചെയ്യുക.
എന്നാൽ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഏതിന് മാത്രമാണ് അസ്തിൽ അദ്ദറൂറിയ, നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുന്നത് അനിവാര്യമായി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുക്കൾക്ക് മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് നിർബന്ധമായി വേണ്ട കാര്യങ്ങളൊക്കെ അരിയും ഗോതമ്പും അല്ലെങ്കിൽ അങ്ങനെ ആളുകൾക്ക് നിത്യോപയോഗ വസ്തുക്കൾ എണ്ണ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം വസ്തുക്കൾക്ക് അത് വരുന്നുള്ളൂ എന്നാണ്. അതല്ലാത്ത വസ്തുക്കളിൽ ഈ വിഷയം വരുന്നില്ല. അതല്ലാത്ത വസ്തു ഇപ്പോൾ ഒരാളൊരു കുറേ വാച്ചോ അല്ലെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണ് അത്ര നിർബന്ധമല്ലാത്ത ഒരാൾക്ക് അതില്ലാതെ തന്നെ ജീവിച്ചു പോകാൻ പറ്റുന്ന എന്താണോ വസ്തു, അത് മൊബൈൽ ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, എന്താണോ അങ്ങനെയുള്ള വസ്തു അതൊരാൾ അങ്ങനെ വെക്കുന്നത് കൊണ്ട് എന്തില്ല, തെറ്റില്ല. ഇത് പൂഴ്ത്തിവെപ്പിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. പൂഴ്ത്തിവെപ്പ് അത് പാടില്ലാത്തത് മനുഷ്യന്മാർക്ക് നിത്യോപയോഗത്തിൽ വേണ്ട വസ്തുക്കളെ കുറിച്ച് മാത്രമാണ്. അതല്ലാത്ത വസ്തുക്കൾ ഒരാളങ്ങനെ എടുത്തു വെക്കുന്നത് പിന്നീട് വില കൂടുന്ന സമയത്ത് വിൽക്കുന്നത് അത് തെറ്റല്ല. എന്നാൽ അരിയോ ഗോതമ്പോ എണ്ണയോ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് മാർക്കറ്റിൽ കിട്ടാനില്ല എന്ന് തോന്നിപ്പിച്ച ആളുകളുടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ട് പിന്നീട് വലിയ വിലയിൽ വിൽക്കുക എന്ന് പറയുന്നത് നിത്യോപയോഗ വസ്തുക്കളിലാണ് പാടില്ലാത്തത്. അതല്ലാത്ത വസ്തുക്കളിൽ അതെന്തില്ല, അത് അങ്ങനെ ഇല്ല. അതല്ലാത്ത വസ്തുക്കൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതല്ലാത്ത വസ്തുക്കളാണെങ്കിൽ ആ മാർക്കറ്റിൽ അങ്ങാടി പുറത്തുനിന്നുള്ള ആൾക്കാരിൽ പൈസ സാധനങ്ങൾ എടുത്തിട്ട് പിന്നീട് അത് വിൽക്കുക എന്നുള്ളത് കുഴപ്പമില്ല. പക്ഷേ നിത്യോപയോഗ വസ്തുക്കളാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അവരെന്ത് ചെയ്യട്ടെ, ആ പുറത്തുള്ള ആളുകൾ നേർക്ക് നേരെ വന്നിട്ട് അങ്ങാടിയിൽ വിൽക്കട്ടെ എന്നാണ്. കാരണം അതാണ് ജനങ്ങൾക്കും ഉപകാരം, ഈ വിൽക്കുന്ന ആളുകൾക്കും മാർക്കറ്റ് പ്രൈസൊക്കെ അറിയാത്ത അവസ്ഥ ഉണ്ടാവും, അവർക്കും ഉപയോഗം അതായിരിക്കും എന്നാണ് പറയുന്നത്. അവസാനത്തിൽ പറഞ്ഞ കാര്യം വല തുസറു അൽ ഗനം. വല തുസറു അൽ ഗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആടിന്റെ വിഷയമാണ്. ഗനം ആടിന്റെ വല തുസറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പാലുള്ള ആടാണ് എന്ന് തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് കെട്ടിവെക്കുന്ന ഒരു രീതി എന്തോ ഉണ്ട് എന്നാണ്. അതായത് ആ പാല് കുറേ ഉള്ളതായി തോന്നും, എന്നിട്ട് 2-3 ദിവസമൊന്നും കറവ് നടത്തൂല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നിട്ട് ഈ ആടിനെ വെക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് തോന്നും ഇത് നല്ല കറവുള്ള ആടാണ്. ആടിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇത് ഒട്ടകാകട്ടെ മറ്റ് ഏതാകട്ടെ പശു ആകട്ടെ എല്ലാത്തിലും ഇത് പെടും. അപ്പോൾ തോന്നിക്കുന്ന സമയത്ത് ഒരു തെദ്ലീസാണ്, ഒരു തട്ടിപ്പാടെ ഉണ്ട്. ഇതിനെ കണ്ടാൽ തോന്നുന്നത് ഇത് നല്ല കറവുള്ള ഇതാണ്, ആടാണ് അല്ലെങ്കിൽ മാടാണ് ഒട്ടകാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാകും. എന്നിട്ട് അങ്ങനെ അതുകൊണ്ട് ഇത് കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ പാല് കുറേ ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ നല്ല പാല് കിട്ടും, പിറ്റേ ദിവസമൊക്കെ അതേപോലെ പാല് കിട്ടും. അങ്ങനെ 2-3 ദിവസമൊക്കെ നല്ല പാല് കിട്ടും. പിന്നീട് മനസ്സിലാവും ഇതിന് വലിയ പാലുള്ള ആടൊന്നല്ല, കുറച്ചേ കിട്ടുള്ളൂ. കാരണം ഒരുപാട് പാലുള്ള ആടാണെന്നൊക്കെ തോന്നിപ്പിച്ചതിനാൽ എന്ത് ചെയ്യും, അതിൻ്റെ വിലയിൽ നല്ല മാറ്റം ഉണ്ടാവും. സാധാരണ ഇത് നല്ല പാലുള്ള ആടാണ്, നല്ല കിട്ടുമ്പോൾ ഇയാൾ അതിൻ്റെ ഒരു വരുമാനമൊക്കെ കണക്കൂട്ടിയിട്ട് കുറച്ച് വില അധികം കൊടുത്തിട്ട് ആട് അല്ലെങ്കിൽ മറ്റേ പശു വാങ്ങിയാലും കുഴപ്പമില്ല എന്നുള്ളതായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ ഒരു സംഭവം കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതുണ്ട് എന്ന് അതിനിടയിൽ പണ്ഡിതന്മാർ പറയും ഇത് കേവലം എന്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഇവിടെ ഈ ഒരു ആടിന്റെ വിഷയം പറഞ്ഞു. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ബൈ ഉൽ ഖററ, ഒരു വഞ്ചന അവിടെ ഉണ്ട്, ഒരു തട്ടിപ്പ് അവിടെ ഉണ്ട്. ഇതൊരു വിഷയത്തിലും പാടില്ല എന്നുള്ളതാണ്. അപ്പം അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ മുമ്പ് ആമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില കാറുകളൊക്കെ എന്ത് ചെയ്യും, അത് വേറെ ഏതെങ്കിലുമൊക്കെ ആക്സിഡൻ്റായി ആ രൂപത്തിലൊക്കെ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് പിന്നീട് നല്ല വൃത്തിയിൽ നന്നാക്കി നല്ല പെയിൻ്റൊക്കെ അടിച്ച് ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിപ്പിച്ച് ആ രൂപത്തിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതുമാത്രം കച്ചവടമൊക്കെ ചെയ്ത് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവരുണ്ട്. എല്ലാ ആക്സിഡൻറ്റ് കാറൊക്കെ ടോട്ടൽ ലോസ് കാറുകളൊക്കെ വാങ്ങി വെക്കും, വളരെ ചില്ലറ പൈസക്ക് അത് വാങ്ങും. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപേൻ്റെ കാറായിരിക്കും, ടോട്ടൽ ലോസൊക്കെ ആകുമ്പോൾ പോയിട്ട് 50,000-നോ 60,000-നൊക്കെ വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവൻ്റെ അടുത്ത് ചിലപ്പോൾ നല്ല വർക്ക്ഷോപ്പുകാരനുണ്ടാവും, അവനെ കൊണ്ട് മുഴുവൻ പണിയെടുപ്പിച്ച് നല്ല പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ആക്സിഡൻറ്റും ഇല്ല, ഒരു ഹിസ്റ്ററി അതിൽ കിട്ടാത്ത രൂപത്തിൽ അത് പിന്നീടാൻ പോയിട്ട് 2-3 ലക്ഷത്തിനൊക്കെ വിൽക്കുകയും ചെയ്യും. അതായത് നല്ല ലാഭം ഉണ്ടാക്കും, അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുകയില്ല. ഇതൊക്കെ തട്ടിപ്പാണ്. ഈ രൂപത്തിലെല്ലാം തട്ടിപ്പുകളും ഇതിൽ പെടുന്നുണ്ട് എന്നാണ്. എന്നാൽ ഇവിടുത്തെ വിഷയത്തിൽ പ്രത്യേകം പറയും വമൻ ഇബ്താഅഹ ഫഹുവ ബിഖൈരിൻ എന്ന് പറയും. ആരെങ്കിലും ഇത്തരത്തിലുള്ള ആടിനെ വാങ്ങിപ്പോയി, അങ്ങനെ ആടി പോയി കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടാലൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് പറയുന്നത്, ഇൻ റദിയഹ അംസകഹ, അവനത് തൃപ്തിപ്പെടാണ് അവന് വെക്കാം, മതി പോട്ടെ, ഞാൻ ഏതായാലും ഈ ആട് ഈ കാര്യം തീരുമാനിക്കാൻ ഞാനിത് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനത് വെക്കാം, കുഴപ്പമില്ല. വൈൻ സഹിതഹ, അവന് അത് തൃപ്തിയില്ല എങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ റദ്ദഹ, അവനത് മടക്കി നൽകട്ടെ. വസാഅ മിൻ തമർ, അവിടെ ഒരു കാര്യം കൂടി പറയുന്നത്, ഏതായാലും 3 ദിവസമൊക്കെ ഉപയോഗിച്ചല്ലേ, 3 ദിവസം അതിൻ്റെ പാലൊക്കെ കറന്നു, അപ്പോൾ ഇത് കൊടുത്താൽ നിന്റെ പൈസ തിരിച്ചു തരും. അപ്പം അതിൻ്റെ പകരമായിട്ട് എന്ത് ചെയ്തിട്ട് ഒരു സാ മിൻ തമർ, ഒരു സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 4 പ്രാവശ്യം മുഴുവൻ കൈ കൊണ്ട് കോരിയെടുക്കുന്ന ഈത്തപ്പഴത്രയാണ്, അത്രയും എന്ത് ചെയ്യണം അതിൻ്റെ പകരം കൊടുക്കട്ടെ. കാരണം 3 ദിവസം നമ്മൾ ആടിനെ ഉപയോഗിച്ച് അതിൻ്റെ പാലൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പകരമായിട്ടൊരു തമ്ര അതും കൂടി അങ്ങ് കൊടുക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത്
കാണാം. മറ്റു വഫീ ലഫ്ദിന്റെ അവസാനത്തിൽ കാണാം വഹുവ ബിൽ ഖിയാരി സലാസ, അവന് 3 ദിവസം ഇതിന് ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. വഹുവ ബിൽ ഖിയാരി സലാസ, മൂന്നാമത്തെ ദിവസം 3 ദിവസം വരെ. കാരണം അത് ഏകദേശം 3 ദിവസം പറഞ്ഞത് ഏകദേശം 3 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവന് മനസ്സിലാവും അവൻ്റെ പാല് അത്ര ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാകുമെന്നുള്ളതാണ്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഈ ഒരു ആടിന്റെ വിഷയത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറിന്റെ വിഷയത്തിലൊക്കെ ആണെങ്കിൽ അത് 1 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ചു കൊടുക്കാം. അത് തിരിച്ചു കൊടുത്ത് പൈസ വാങ്ങാം. പക്ഷെ ഇതൊക്കെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒരു ഇസ്ലാമിക കോടതിയൊക്കെ ഉണ്ടെങ്കിലാണ് ആ രൂപത്തിൽ നമുക്ക് ഹക്കോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും കിട്ടുള്ളൂ. അതല്ലാത്ത ആളുകളാണെങ്കിൽ അവർ കൈമലർത്തും, അതിനൊന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല, വേണമെങ്കിൽ ആദ്യം പറയണം എന്നൊക്കെ പറയും. കാരണം എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ആൾക്കാരെ പറ്റിക്കാൻ പറയും, ഇപ്പം എല്ലാം നോക്കിയെടുത്ത ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയും. പക്ഷേ അങ്ങനെ നോക്കിയെടുത്താണെങ്കിലും ശരി, ഇതേപോലെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് 1 മാസം അല്ല 2 മാസം കഴിഞ്ഞാലും എത്ര ആയാലും നമുക്ക് എന്ത് ചെയ്യാം, അത് പോയി ഇത് നമ്മൾ പറഞ്ഞ സാധനമല്ല, നിങ്ങളിത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ട് നമ്മൾ വഞ്ചിച്ച് പേപ്പർ മാറ്റിയതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറാണ്, നിങ്ങൾ തട്ടിപ്പ് നടത്തിയതാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എപ്പോഴും അത് തിരിച്ചു കൊടുത്ത് നമ്മളെ പൈസ ഇങ്ങോട്ട് വാങ്ങാം എന്നുള്ളതാണ്. അതല്ലാതെ 3 ദിവസത്തിൻ്റെ കണക്ക് അത് ഇതിനില്ല, അത് ഈ വിഷയത്തിൽ മാത്രം പറഞ്ഞതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഒരു നിലക്കും ഒരു വഞ്ചനയും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. നിങ്ങൾ പല രൂപത്തിൽ വഞ്ചിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അടുത്ത് കുറച്ചു മുമ്പ് ഒരു ഓയിൽ കച്ചവടം ചെയ്യുന്ന, അതായത് പാം ഓയിൽ പോലത്തെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ്. അയാൾ പറയണം, ഇവർക്ക് ടാങ്കറിൽ ഓയിൽ വരും, പിന്നെ ഇവരെ പരിപാടി എന്ന് പറഞ്ഞാൽ പാക്ക് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് പല പേരിൽ പല ബ്രാൻഡിൽ ഇറങ്ങുന്നുണ്ട്. എല്ലാ ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ഓയിലാണ്, അതല്ലാതെ ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഫാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓയിൽ ടാങ്കറിൽ വരും, അത് ഇവരെടുത്ത് പാക്ക് ചെയ്തിട്ട് വിൽക്കലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു ലിറ്റർ ഉണ്ടാവുമല്ലോ, ഒരു ലിറ്റർ അല്ലെങ്കിൽ ഇങ്ങനെ കണക്കുണ്ടാവും. ആ സമയത്ത് അത് തൂക്കുന്ന സമയത്ത് അതിനൊരു തൂക്കമുണ്ട്. ആ തൂക്കുന്ന സമയത്ത് ഒരു തൂക്കം കറക്റ്റ് ആക്കിയിട്ടാണ് ലിറ്ററൊക്കെ കണക്കാക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാതെ നിന്നാൽ അതിനകത്ത് എയർ കുടുങ്ങും. എയർ കുടുങ്ങിയിട്ടാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത് എങ്കിൽ അതിലെ തൂക്കം എന്ത് ചെയ്യും, അത്ര ഓയിൽ കുറവ് മതി. അതായത് എയർ ശരിക്കും നമ്മൾ കൃത്യമായി എയർ പോയിപ്പിച്ചാൽ അത് അതിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ കുറച്ചുകൂടി ഓയിൽ ഒഴിക്കേണ്ടി വരും. എയറോട് കൂടിയാണ് നമ്മൾ മടക്കുന്നത് എങ്കിൽ ചെറിയൊരു ഗ്രാമാണ് അതിൽ വ്യത്യാസം വരുന്നത്, ചെറിയൊരു ഗ്രാം അതിൽ വ്യത്യാസം വരും. അത് ശ്രദ്ധിക്കാനും പണിയാണ്, അത് അതേപോലെ തന്നെ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഓരോ ഓയിലിൻ്റെ ഓരോ പാക്കറ്റിൻ്റെ മേലെയും ഇങ്ങനെ ചെയ്താൽ ഒരു വലിയ ടാങ്കറിൽ ഒരുപാട് പാക്കറ്റ് ഉണ്ടാക്കാമല്ലോ, 3 ലക്ഷം രൂപയോളം മാറ്റം വരും എന്നാണ് പറയുന്നത്. 3 ലക്ഷം രൂപയോളം മാറ്റം വരും. ഈ രൂപത്തിൽ തട്ടിപ്പ് നടത്തും, അളവിലും തൂക്കത്തിലൊക്കെ തട്ടിപ്പ് നടത്തിയിട്ട് പിന്നെ ഇത്തരം ബ്രാൻഡുകൾ എന്ത് ചെയ്യും, അവർ വലിയ ഓഫറൊക്കെ കൊടുക്കും. മറ്റ് ഓയിലുകാർ ചിലപ്പോൾ ലിറ്റർ 150 കൊടുക്കും, ഇവൻ ചിലപ്പോൾ 140 കൊടുക്കും. കാരണം ഇവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറ്റിച്ചിട്ടുള്ള പണം ഇവൻ്റെ അടുത്ത് വേറെ ഉണ്ട്, ഇവൻ തട്ടിപ്പ് ഓൾറെഡി നടത്തുന്നുണ്ട്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഈ രൂപത്തിൽ കുറക്കാൻ പറ്റും. ശരിക്കും കച്ചവടം ചെയ്യുന്നതിന് മാർക്കറ്റുകളില്ലാതെ പ്രയാസപ്പെടും. കാരണം ഇവൻ കറക്റ്റ് അളവും തൂക്കമൊക്കെ കൃത്യമാക്കിയതാണ്, ഇവൻ്റെതായ കാര്യങ്ങൾ വളരെ കൃത്യമാക്കിയതാണ്, അങ്ങനെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ഇതെല്ലാ വിഷയത്തിലും സഹോദരങ്ങളെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എന്ത് ചെയ്യുക, വിൽക്കൽ വാങ്ങൽ നടത്താം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഒരിക്കലും കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇത്തരം തദ്ലീസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൽ ഉള്ള എന്താണോ അത് നമ്മൾ പറയണം. അതായത് പ്രത്യേകം അറിയിക്കേണ്ടതായ കാര്യമായ ന്യൂനത ഉണ്ടെങ്കിൽ അത് പറയുക തന്നെ വേണം, അത് മറച്ചു വെച്ച് വിൽക്കുക എന്നുള്ളത് പാടില്ല. കഴിഞ്ഞ ഹദീസിൽ നമ്മളത് കേട്ടതാണ്. അടുത്ത ഹദീസ്, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ബൈഇ ഹബലിൽ ഹബല വകാന ബൈഅൻ يتباعه أهل الجاهلية. كان الرجل يبتاع الجزور إلى أن تنتج الناقة ثم تنتج التي في بطنها. قيل إنه كان يبيع الشارف وهي الكبيرة المسنة بنتاج الجنين الذي في بطن ناقته. എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ വിഷയത്തിൽ പറയുന്നത് ഒരു പ്രത്യേക തരം കച്ചവടമാണ്. നഹ അൻ ബൈഇ ഹബ്ൽ ഹബല എന്നാണ് പറയുന്നത്. ഹബൽ എന്ന് പറയുന്നത് ഒരു കുട്ടിയുള്ള ഗർഭിണിയായ ഒട്ടകത്തിന് പറയാണ്. ആ ഗർഭിണിയായ ഒട്ടകം അതിനെ വിൽക്കുന്നൊരു രീതിയാണ് ഈ പറയുന്നത്. എങ്ങനെയാണ് ഇത് വിൽക്കുന്നത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, അവർ പറയാണ് കാന റജുലു യബ്തഉൽ ജസൂർ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യും, ഒരു ഒട്ടകത്തെ വാങ്ങിക്കും. ഇല അൻ തുൻതജ നാഖതു സുമ്മ തുൻതജു ലതി ഫി ബത്നിഹ, ഇയാളുടെ അടുത്തൊരു പെണ്ണൊട്ടകം ഉണ്ടാകും. ഈ പെണ്ണൊട്ടകം പ്രസവിക്കും. ആ പ്രസവിച്ച ഒട്ടകം പിന്നീട് വലുതായി അതും പ്രസവിക്കും. അത്ര വരെയാണ് ആദ്യത്തെ ആ ഒട്ടകം വാങ്ങുന്ന ഒരു പീരീഡ്. ആദ്യത്തെ ഒട്ടകം അത്ര കാലത്തേക്കാണ് വിൽക്കുന്നത്. മനസ്സിലായോ? ആദ്യം ഒരു ഒട്ടകം ഉണ്ട്, അതാണാകട്ടെ പെണ്ണാകട്ടെ, അതിന് വാങ്ങുന്ന പീരീഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അടുത്ത് ജാഹിലിയത്തിലുള്ള ഒരു കച്ചവടമാണ്. ഇയാളുടെ അടുത്ത് ഓൾറെഡി ഒരു പെണ്ണൊട്ടകം ഉണ്ടാവും പ്രസവിക്കാനായ. അയാൾ പറയും, ഈ പ്രസവിക്കാനായ പെണ്ണൊട്ടകം
പ്രസവിച്ച് അതിൻ്റെ കുട്ടി വലുതായി, ഏകദേശം 3 വർഷത്തോളം എടുക്കും ഒട്ടകം അടുത്ത് പ്രസവിക്കണമെങ്കിൽ. ആ കുട്ടി വലുതായി അത് പ്രസവിച്ച് ആ കുട്ടിയാകുന്ന കാലത്തോളം ഞാനിതാ ഈ ആദ്യത്തെ ഒട്ടകത്തിനെ വിറ്റിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ ഒട്ടകത്തിനെ വിൽക്കുന്നത് പൂർണ്ണമായ വിൽപ്പനയല്ല. കാരണം ഇത് എത്ര കാലം കൊണ്ടാണ് എന്നുള്ളതൊന്നും അറിയില്ല. പൂർണ്ണമായ വിൽപ്പനയല്ല. ഒരു കാലം ഇങ്ങനെ തിരിച്ചു തരണം. കച്ചവടത്തിൽ ഒരിക്കലും അങ്ങനെ പാടില്ല. ഒരാൾക്ക് വിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ 5 വർഷം കഴിഞ്ഞ് തിരിച്ചെനിക്ക് വിൽക്കണം എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഈ വീട് നിന്ന് എനിക്കിപ്പം വിൽക്കാം, ഞാൻ ഗൾഫിലൊക്കെ പോവുകയാണ്, ഞാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു എനിക്ക് വിൽക്കണം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റൂല. കാരണം കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹഖീഖത്തായ ഒരു കാര്യമാണ്. അത് പൂർണ്ണമായ പൂർണ്ണമായ അതിൻ്റെ അവകാശം ആർക്ക് കിട്ടണം? ഓണർഷിപ്പ് നീ ആർക്കാണോ വിറ്റ് അയാൾക്ക് കിട്ടണം. അയാളോട് നീ ഇത് വേറെ ആർക്കും വിൽക്കരുത്, അല്ലെങ്കിൽ നീ എനിക്ക് തന്നെ വിൽക്കണം, ഇതൊന്നും പറയാൻ അയാൾക്ക് അവകാശമില്ല. അയാളുടെ ഉദ്ദേശമാണ് അയാൾ കൂടുതൽ ലാഭം കിട്ടുന്ന ആൾക്ക് അയാൾക്ക് വിൽക്കാം, അയാൾക്ക് വിൽക്കാതിരിക്കാം, അയാളുടെ കയ്യിൽ തന്നെ വെക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. ഇത് പ്രസവിച്ച കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് തിരിച്ചു വെക്കണം, അങ്ങനെ ഒരു പ്രശ്നം. രണ്ടാമത്തത് എന്താണ്? ഈ ഒട്ടകത്തിൻ്റെ വയറ്റിലുള്ള കുട്ടി അത് പ്രസവിക്കോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ചിലപ്പം വയറ്റിൽ നിന്ന് തന്നെ മരിച്ചു പോവാം. അതിന് പ്രസവിച്ചത് ഒരൊറ്റ ഒട്ടകത്തിനാണ്. ആ ഒട്ടകം ആണുവാണെങ്കിൽ അതെങ്ങനെ പിന്നെ പ്രസവിക്കുക? അത് പ്രസവിക്കൂല. അപ്പോൾ അതായത് ഇങ്ങനത്തെ കുറേ തട്ടിപ്പുകളാണ്, ജാഹിലിയത്തിലുണ്ടായ തട്ടിപ്പുകളാണ്. അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ തഫ്സീർ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞത്, അത് ഇതിൻ്റെ ഹദീസിൻ്റെ അവസാനത്തിൽ തന്നെ, അതായത് ഇദ്ദേഹത്തിന് പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖീല ഇന്നഹു കാന യബീഉ ശാരിഫ് വഹിയൽ കബീറത്തുൽ മുസിന്ന. ഒരാളൊരു പ്രായമുള്ളൊരു ഒട്ടകത്തിനെ ഒരാൾ എന്ത് ചെയ്യും? അതിനെ വിൽക്കും. ബിനിതാജിൽ ജനീൻ അല്ലദീ ഫീ ബത്നി നാഖതിഹി. വേറെ ഈ പ്രസവിക്കാനായ ഒരു ഒട്ടകത്തിൻ്റെ വയറ്റിലുള്ള കുട്ടിക്ക് പകരമായിട്ട്. അപ്പോൾ ഇതിനെ ഈ പ്രായമായ ഒട്ടകത്തിന് ഇപ്പോൾ വിറ്റു. എന്നിട്ട് എന്തിനു പകരമാണ്? ബിനിതാജിൽ ജനീൻ അല്ലദീന ഫീ ബത്നി നാഖതിഹി. അത് ഇപ്പോൾ ഉള്ളൊരു ഒട്ടകത്തിൻ്റെ വയറ്റിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വേറൊരു കുട്ടി ഉണ്ടാകും, ആ കുട്ടിക്ക് പകരമായിട്ട്. അതായത് ഇത് ഞാനിപ്പോൾ ഈ വയസ്സായ ഒട്ടകത്തിന് ഇപ്പോൾ തരാം, ഇനി മറ്റേ ഒട്ടകം പ്രസവിച്ച് ആ ഒട്ടകം വലുതായി അതും പ്രസവിച്ചാൽ ആ ഒട്ടകത്തെ തിരിച്ചെനിക്ക് തരണം. ആ രൂപത്തിലേക്ക് ഇവിടെ പൂർണ്ണമായിട്ട് തന്നെ കൊടുക്കുകയാണ്. പക്ഷേ ഇത് വിൽപ്പന നടക്കുമോ ഇല്ലേ എന്നൊന്നും യാതൊരു ഉറപ്പുമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒട്ടകം പ്രസവിക്കുമോ ഇല്ലേ എന്നറിയില്ല, പ്രസവിച്ചത് ഇനി ആണാവോ എന്നറിയില്ല, ഇനി പെണ്ണാണെങ്കിൽ തന്നെ അത് പിന്നീട് പ്രസവിക്കുമോ എന്നറിയില്ല. കാരണം എല്ലാ ഒട്ടകവും മനുഷ്യന്മാരെ പോലെ തന്നെ എല്ലാം പ്രസവിക്കണം എന്നില്ല. ചിലപ്പോൾ അതിൽ പ്രസവിക്കാൻ ഒരുപാട് കാലെടുത്തേക്കാം. ഒന്നും ഒരു ധാരണയില്ലാത്ത കാര്യമാണ്. അപ്പം ആ നിലക്കുള്ള കച്ചവടമാണ് പറയുന്നത്. ഇതും സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈഉൽ ഗററിൻ്റെ ഒരു രീതിയാണ്. കാരണം എന്താണ് നമ്മൾ വിൽക്കുന്നത്, എന്താണ് വാങ്ങുന്നത് എന്നറിയാത്ത രൂപത്തിലുള്ള വസ്തു വാങ്ങുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. നമ്മളത് മുമ്പ് ആമുഖത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ പറയുകയാണ്, ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് ഈ ബോക്സിൽ ഒരു സീക്രട്ടായിട്ടൊരു വസ്തു ഉണ്ട്, ഭയങ്കര വില ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാം. അപ്പോൾ ആൾക്കാർ പറയും, ഞാനിത് 10,000-ന് വാങ്ങണം. എന്താ വസ്തു എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ അത് 10,000-ന് മേലെ ഉള്ള വസ്തു ആവാം, ചിലപ്പോൾ അതിൻ്റെ താഴെയുള്ള വസ്തു ആവാം. അങ്ങനെ നമ്മൾ വാങ്ങാൻ പറ്റുമോ? വാങ്ങാൻ പറ്റൂല. കാരണം ഇതെന്താണെന്ന് അറിയാതെ നമ്മൾ വാങ്ങാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞാണ്, ഒരാൾ പറയണം, ഈ വസ്തു ഞാനിത് എൻ്റെ പോക്കറ്റിലുള്ള ഈ പൈസക്ക് ഇത് വാങ്ങും. എത്ര പൈസ ഉണ്ടോ അതൊന്നും അറിയില്ല. പോക്കറ്റിലൊരു അട്ടി നോട്ട് എടുത്തിട്ട് ഇതിന് തരാനുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഈ അട്ടിക്ക് ഈ സാധനം തരാനുണ്ടോ? മറ്റൊന്ന് ഏകദേശം നോക്കിയിട്ട് എത്ര ഉണ്ടാവും? അത് പറ്റൂല. എത്ര എൻ്റെ അടുത്ത് ഇപ്പോൾ 25,000 ഉണ്ട്, 50,000 ഉണ്ട്, അല്ലെങ്കിൽ 1,00,000 ഉണ്ട്. വളരെ കൃത്യമായി പറയണം. അല്ലാതെ ഈ പണത്തിന്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ബോക്സിൽ നിറച്ച് പണമാണ്, പെട്ടിയിൽ പണമാണ്, സൂട്ട് കേസിൽ പണമാണ്, ഇതിന് ഈ കാറ് തരാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് 500 നോട്ടാണ്, ഇതിന് ഈ കാറ് തരാനുണ്ടോ? ആ കച്ചവടം പറ്റൂല. ഇത് എത്രയാണെന്ന് പറയണം, വാങ്ങുന്ന വസ്തു എന്താണെന്ന് രണ്ടും പറയണം. അതിൽ ഗറർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഇതാണ് ഈ ഹദീസിൽ ഉദ്ദേശിച്ചത്. അതല്ലാത്ത ഒരു ഒട്ടകത്തിൻ്റെ വിഷയം മാത്രമല്ല, അത് ജാഹിലിയത്തിൽ ഉണ്ടായ ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ കാലഘട്ടത്തിലും പല രീതിയിലും ഇത് വരാം. എന്നാൽ ഇവിടെ ഒട്ടകത്തിൻ്റെ വയറ്റിൽ കുട്ടിയുണ്ടായ ഒട്ടകത്തിന് ഒരു നിലക്കും വാങ്ങാൻ പാടില്ല എന്നുള്ളതല്ല. ഇവിടെ ആ കുട്ടിയെ പ്രത്യേകമായി വാങ്ങുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യും? സാധാരണ ഒരു ഒട്ടകത്തിന് ഒരു വില ഏകദേശം പറയുകയാണ്, അത്രയൊന്നും ആയിരിക്കുകയില്ല, ഒരിക്കലും ആയിരിക്കില്ല. സാധാരണ ഒരു ഒട്ടകത്തിന് ഒരു 10 ലക്ഷം രൂപയാണ് നമ്മൾ കരുതുക. ഈ ഒട്ടകത്തിൻ്റെ വിലയെക്കുറിച്ച് യാതൊരു ധാരണയില്ല. എന്നാൽ ഒരു പ്രസവിക്കാനായ ഒട്ടകത്തിന് എന്ത് ചെയ്യാം? അതിനൊരു 13 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷമൊക്കെ ഒരു വില പറയുകയാണെങ്കിൽ അത് അനുവദനീയമാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അത് അനുവദനീയമാകുന്നത്? കാരണം ഇവിടെ നമ്മൾ ആ പ്രസവിക്കാനായ ഒട്ടകത്തെ മാത്രമല്ല വിൽക്കുന്നത്, ഈ ഒട്ടകത്തോടൊപ്പമാണ് വിൽക്കുന്നത്. അതായത് ചില വസ്തുക്കൾ സ്വന്തം നിലക്ക് വാങ്ങാൻ പറ്റൂലെങ്കിൽ തബഅനായിട്ട് ഇത് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. മാ ലാ യജൂസു
യജൂസു തബഅൻ മാ ലാ യജൂസു ഇസ്തിഖ്ലാലൻ എന്ന് ബൈഇന്റെ വിഷയത്തിൽ ഒരു ഖായിദ കാണാൻ പറ്റും. ചില വസ്തുക്കൾ നമുക്ക് സ്വന്തം അത് മാത്രമായിട്ട് വാങ്ങാൻ പറ്റൂലെങ്കിലും അത് വേറൊന്നിന്റെ കൂടെ പകരം വരാം, അത് വാങ്ങാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പം ആ നിലക്ക് ഇത് അനുവദനീയമാണ്, ആ നിലക്ക് അത് അനുവദനീയമാണ്. പക്ഷേ ഏതാണ് അവിടെ പാടില്ലാത്ത? ഒരാൾ പറയാണ് ഈ വയറ്റിലുള്ള കുട്ടി അത് ഞാൻ 5 ലക്ഷത്തിന് എടുക്കാം എന്ന് കച്ചവടം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ആ കുട്ടി ജനിക്കോ ഇല്ലേന്ന് അറിയില്ല. ജനിച്ചാൽ തന്നെ ചിലപ്പോൾ അല്ല വൈകല്യമുള്ളതോ അല്ലെങ്കിൽ 5 ലക്ഷത്തിന് പറ്റാത്തതോ ഒക്കെ ആണെങ്കിൽ അത് ഇയാൾക്ക് നഷ്ടമാണ്, അത് പാടില്ല. എന്നാൽ ഇത് മൊത്തത്തിന് ഇത്ര വില ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഒരാൾക്ക് വാങ്ങാം. കാരണം അത് തബഅനായിട്ട് വരുന്നതാണ്, അതിന് മാത്രമായിട്ട് വരുന്നതല്ല എന്നുള്ളത് പണ്ഡിതന്മാർ അവിടെ ഉണർത്തിയിട്ടുണ്ട്. അടുത്ത ഹദീസ് വഅൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് കഴിഞ്ഞ ഹദീസ് റിവായത്ത് ചെയ്തത്. അതുകൊണ്ടാണ് വഅൻഹു എന്ന് പറഞ്ഞത്. ചില കിതാബിൽ വൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് ആവർത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ ബൈഇ സമറത്തി ഹത്താ യബ്ദു സലാഹുഹാ നഹൽ ബായിഅ വൽ മുശ്തരി എന്ന് പറയുന്നുണ്ട്. അതേ വിഷയം തന്നെയാണ് അടുത്ത ഹദീസും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ ബൈഇ സിമാരി ഹത്താ തുസ്ഹി قيل وما تزهي قال حتى تحمر قال أرأيت إذا منع الله الثمرة بما يستحل أحدكم مال أخيه. എന്താണ് ഈ വിഷയത്തിൽ? ഒരു പഴം, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള കച്ചവടമാണ് ഇവിടെ പറയുന്നത്, അതാണ് നിഷേധിക്കുന്നത്. നഹ അൻ ബൈഇ സമറ, ഒരു കായികനി അത് വിൽക്കൽ പാടില്ല. ഹത്താ യബ്ദു സലാഹുഹ, അത് പഴുത്തു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ. നഹൽ ബാഇഅ വൽ മുശ്തരി, വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും വിരോധിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താണ് സഹോദരങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് ഒരു ഈത്തപ്പഴത്തിൻ്റെ ഉദാഹരണം പറയാം. ഈത്തപ്പഴത്ത് ഒരു ഏരിയയിൽ ഒരു വലിയൊരു മസ്റയിൽ ഒരാൾ പോയി, ഒരു കൃഷിയിടത്ത് പോയി, അവിടെ ഈത്തപ്പഴം അത് പഴുത്തിട്ടില്ല, പച്ചയായിട്ട് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അയാൾ എന്ത് ചെയ്യരുത്? അതിന് വില പറയരുത്. ഈ പാടത്തുള്ള ഈ ഏരിയയിലുള്ള മുഴുവൻ ഈത്തപ്പഴവും ഞാനത് ഇത്ര രൂപക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ അപ്പോൾ കച്ചവടമാക്കരുത്. അതേപോലെ മറ്റേയാൾ വിൽക്കാനും പാടില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ബൈഉൽ ഗററുണ്ട്. എന്താണ്? ഇത് പാകമാവോ ഇല്ലേന്ന് ആർക്കറിയാം? അതിനിടയിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൃഷിനാശം സംഭവിച്ചു എന്ന് കരുതുക, അത് വേണ്ട രൂപത്തിൽ പഴുക്കാൻ സാധ്യതയില്ല. വല്ല കേടുകളും പെട്ടെന്ന് വന്നു, അത് മുഴുവൻ നശിച്ചു പോകുന്ന അവസ്ഥ വല്ലതും ഉണ്ടായാൽ അത് ഉറപ്പുള്ള കാര്യമല്ല. കാരണം അത് പഴുത്തു വരുമോ ഇല്ലേ എന്നുള്ളത് അവിടെ ഉറപ്പില്ല. അപ്പം ആ രൂപത്തിലുള്ളൊരു പ്രശ്നം അതുണ്ട്. ആ രൂപത്തിലൊരു പ്രശ്നം സഹോദരങ്ങളെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ നമുക്ക് ബൈഉ 2 രൂപത്തിലുണ്ട്. രണ്ട് രൂപത്തിലുണ്ട്. ബൈഉൽ ഐൻ എന്ന് പറയും, ഒരു പ്രത്യേക വസ്തു വിൽക്കുക. 2 ബൈഉൽ മൗസൂഫ് ബിസിമ്മ എന്ന് പറയും, അതായത് ഒരു വിശേഷണങ്ങൾ നമ്മൾ പറയും, അത് വിൽക്കുക. ഒരാളുടെ ഒരു കടയിൽ പോയിട്ട്, അത് തുടക്കത്തിൽ നമ്മൾ എടുത്തൊരു കാര്യമാണ്, ഈ ബോക്സിലുള്ള ഈത്തപ്പഴം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ബൈഉൽ ഐനാണ്, അത് ആ വസ്തു തന്നെ നമ്മൾ വാങ്ങാൻ. എന്നാൽ ബൈഉൽ മൗസൂഫ് ബിസിമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് വേണ്ടത് സുക്കരിയാണ്, അത് ഈ ടൈപ്പുള്ള ഈ സൈസുള്ള ഈ ക്വാളിറ്റി സുക്കരി അതെനിക്ക് 1 കിലോ വേണം എന്ന് പറയുന്നത് ബൈ മൗസൂഫും ദിമ്മയാണ്. നമ്മൾ പ്രത്യേക വസ്തുവിനെ പറഞ്ഞിട്ടില്ല. അപ്പം ആ രൂപത്തിൽ, രണ്ടാമത് ഞാൻ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അവിടെ അനുവദനീയമാണ് എന്ന്. ഒരാൾ പറയാണ്, ഒരു കച്ചവടക്കാർ ഈത്തപ്പഴം തോട്ടമൊക്കെയുള്ള ഒരാളോടാണ്, അയാൾ ഞാൻ പറയുകയാണ് എനിക്കൊരു 100 കിലോ ഈത്തപ്പഴം വേണം, ഇന്ന ക്വാളിറ്റിയിലുള്ളതാണ് വേണം എന്ന് പറഞ്ഞാൽ ആ കച്ചവടം അനുവദനീയമാണ്. ആ സമയത്ത് ഇയാളുടെ കൃഷി ഈത്തപ്പഴം പഴുത്തിട്ടില്ലെങ്കിലും ശരി, ഇയാളപ്പോൾ ഈത്തപ്പഴം നട്ടിട്ടില്ലെങ്കിലും ശരി, ഈന്തപ്പന മരം നട്ടിട്ടില്ലെങ്കിലും ശരി, അങ്ങനെയാണെങ്കിലും ശരി, അവിടെ ബൈഉ സ്ഥലം എന്നാണ് പറയുക. നമുക്ക് പിന്നീടൊരു അധ്യായം പ്രത്യേകം വരുന്നുണ്ട്. അത്തരം വസ്തുക്കൾ, അഥവാ നമ്മൾ പ്രത്യേക വസ്തുവിനെ ടാർഗറ്റ് ചെയ്യാതെയാണെങ്കിൽ അനുവദനീയമാണ് എന്നാണ്. കാരണം ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തേത് ഒരു പ്രത്യേക ഇതിനെ ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ കച്ചവടമാക്കിയതെങ്കിൽ നമ്മളത് ഈ ഈത്തപ്പഴം മരം ഈ ഈന്തപ്പനയിൽ നിന്നും ഈ ഈന്തപ്പനയിൽ നിന്നും ഈ ഈന്തപ്പനയിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് പഴുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. മറ്റേത് നമുക്ക് അയാളെ ബാധ്യത ഉണ്ട്. കാരണം നമ്മൾ മൊത്തത്തിൽ ഏത് മരത്തിലായാലും നമുക്ക് വിഷയമല്ല, നമ്മൾ അയാളായിട്ടുള്ള കച്ചവടം നമുക്ക് ഈ പറയുന്ന ഈത്തപ്പഴം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് ആ മരം നശിച്ചാലും ശരി, എങ്ങനെ ആയാലും ശരി, അയാളുടെ ബാധ്യത എന്താണ്? അയാളത് കൊണ്ടുതരും എന്നുള്ളതാണ്. അതാണ് അത് രണ്ടും തമ്മിലുള്ള ബാധ്യത വ്യത്യാസം എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, എപ്പോഴാണ് കൈഫ നഹ്കുമു യബ്ദു സലാഹ്, എപ്പോഴാണത് പഴുത്തു എന്ന് പറയുന്നത്? രണ്ടാമത്തെ റിവായത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്തിൽ പറയുന്നുണ്ട്, നഹ അൻ ബൈഇ സിമാരി ഹത്താ തുസ്ഹി, അത് പഴുക്കുന്നത് വരെ എന്ത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓമാ തുസ്ഹി, അതെപ്പോഴാണത് അതിൻ്റെ പാകമാകുക? തുസ്ഹി പാകമാകുന്നത്, പറിക്കാൻ പാകമാകുന്നത്. അപ്പോൾ പറഞ്ഞു ഹത്താ തഹ്മർ, അത് ചുവക്കുന്നത് വരെ എന്ന് വന്നിട്ടുണ്ട്. വേറെ ചില റിവായത്തിൽ ഹത്താ തഹ്മാർ ഔ തസ്ഫാർ, മഞ്ഞ നിറമാകുന്നത് വരെ എന്ന് വന്നിട്ടുണ്ട്. എന്താണ് രണ്ടിൻ്റെ അർത്ഥം? കാരണം ചില പഴങ്ങൾ
അത് ചുവക്കലാണ് അതിൻ്റെ പഴുപ്പിൻ്റെ അടയാളം. എന്നാൽ വേറെ ചില പഴങ്ങൾ അത് മഞ്ഞ നിറം വരലാണ് അതിൻ്റെ പഴുപ്പിൻ്റെ അടയാളം. ഇനി വേറെ ചില പഴങ്ങൾ ചിലപ്പോൾ കറുപ്പ് നിറം വരലായിരിക്കും അതിൻ്റെ അടയാളം. ചുരുക്കം എന്താണ്? ചുരുക്കം അത് പഴുത്ത് തുടങ്ങിയാൽ ഒരാൾക്ക് വിൽക്കാം. അപ്പോൾ പിന്നെ പാകമാകും ഏകദേശം ഉറപ്പാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ആ തോട്ടത്തിലെ എല്ലാ പഴങ്ങളും പഴുത്തു എന്ന് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു തോട്ടത്തിൽ ഒരുമിച്ചാണ് കൃഷി നടത്തുക. ഏകദേശം കുറച്ച് ഇതിൻ്റെ കാര്യത്തിൽ നിന്നൊക്കെ പഴുത്ത് തുടങ്ങിയാൽ അതിനുശേഷം ഒരാൾക്ക് കച്ചവടം ചെയ്യാം. പിന്നീട് അത് പഴുക്കുമെന്നുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അത് സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഒരാൾക്ക് കച്ചവടം ചെയ്യാം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ അതിനു മുമ്പ് കച്ചവടം ചെയ്യാൻ പാടില്ല. എന്നാൽ ഇവിടെ ചില മുസ്തസ്നയ, ചില ഒഴികഴിവുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരാൾക്ക് ഇത്തരം ഈ വസ്തുക്കളെ പ്രത്യേകമായി ഉദ്ദേശിച്ച് അതിനൊരു പ്രത്യേക ഉപകാരം ഉണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഗോതമ്പ് അല്ലെങ്കിൽ അതേപോലത്തെ ബാർലി പോലത്തെ വസ്തുക്കൾ, അത് ചിലപ്പോൾ അത് മൂക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന വസ്തു അത് വേറെന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. വളമായിട്ടോ അതല്ലെങ്കിൽ ആ നിലക്ക് കാലിത്തീറ്റകളായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അത് തന്നെ മതി. അപ്പം അതിന് ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ട് അത് ഓൾറെഡി അങ്ങനെ ഒരു മാർക്കറ്റ് ഉള്ളതാണ്, അങ്ങനെ ഒരു വസ്തു ഉള്ളതാണെങ്കിൽ നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പിന്നീട് പഴുക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് തന്നെ കച്ചവടമാക്കി അത് തന്നെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഉപയോഗമായി. അത്തരം കാര്യങ്ങൾക്ക് അതിന് അനുവദനീയമാണ് എന്നാണ്. അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ അങ്ങനെ ഉപയോഗമുള്ളതാണ് മാങ്ങയൊക്കെ. ഇപ്പോൾ മാങ്ങ അത് പഴുത്തിട്ട് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പച്ചമാങ്ങ ഉപയോഗിക്കാറുണ്ട്. അച്ചാറും മറ്റു കാര്യങ്ങളൊക്കെ പച്ചമാങ്ങയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാങ്ങ പഴുക്കുന്നതിന് മുമ്പ് കച്ചവടം ചെയ്യാം. കാരണം നമ്മളത് കച്ചവടം ചെയ്തിട്ട് ആ പച്ചമാങ്ങ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പഴുത്തിട്ട് അത് പഴുക്കൂല എന്നുള്ള വിഷയം നമുക്ക് അവിടെ ബാധിക്കുന്നില്ല. കാരണം നമുക്ക് ആ പച്ചമാങ്ങ തന്നെ അതിൻ്റെതായ ഉപയോഗം മൻഫാഅത്തുള്ളതാണ്. അത്തരം കാര്യങ്ങൾക്ക് ഇസ്തിസ്ന ഉണ്ട് എന്ന് പറയാം. എന്നാൽ അതല്ലാത്ത പച്ച അല്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കാത്തതായ പഴങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈന്തപ്പന മരം തന്നെ വാങ്ങാൻ, ഒരു ഏരിയയിൽ ഈന്തപ്പന മരം തന്നെ വാങ്ങാൻ, ആ സമയത്ത് ആ ഈന്തപ്പന മരത്തിൽ ചിലത് പഴുക്കാത്തതുണ്ടെങ്കിൽ അതവിടെ വിഷയമല്ല എന്നാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് യജൂസു തബഅൻ മാല യജൂസ് ഇസ്തിഖ്ലാലൻ. അത് മാത്രമായിട്ട് പറ്റാത്തത് തബഅനായിട്ട്. കാരണം നമ്മളവിടെ വാങ്ങുന്നത് ചിലപ്പോൾ ആ പ്ലോട്ട് മൊത്തമാണ്, അല്ലെങ്കിൽ ആ പ്ലോട്ടും അതിലുള്ള ഈന്തപ്പന മൊത്തമായിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ പഴുക്കാത്ത കുറച്ച് ഈത്തപ്പഴങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അതൊരു ഖായിദയാണ്. യജൂസു തബഅൻ മാല യജൂസ് ഇസ്തിഖ്ലാലൻ. നമുക്ക് പ്രത്യേകമായിട്ട് സ്വതന്ത്രമായി വാങ്ങാൻ പറ്റാത്ത കാര്യം വേറെ മറ്റൊന്നിനൊപ്പമാകുമ്പോൾ അത് വാങ്ങാൻ പറ്റുന്ന, അത് പല വിഷയത്തിലും അത് വന്നിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള കച്ചവടം, ഈ പറയുന്ന മൂക്കുന്നതിന് മുമ്പുള്ള ഈ കച്ചവടത്തെ കുറിച്ചിട്ട് അത് പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹൽ ബാഇ വൽ മുശ്തരി എന്ന് പറഞ്ഞതുകൊണ്ട് പണ്ഡിതന്മാർ ഇത് തീരെ പാടില്ലാത്തതാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ഈ ബൈഉൽ ഖറർ തന്നെ, അതായത് നമുക്കൊരു അജ്ഞതയുള്ള കാര്യങ്ങൾ തന്നെ പല രൂപത്തിലുള്ളതുണ്ട്. അതിലേറ്റവും മോശപ്പെട്ടതാണ് ഖിമാർ എന്ന് പറയുന്നത്, ചൂതാട്ടം എന്ന് പറയുന്നത്. എന്താണ്? നമുക്കൊരു വകുപ്പും ഇല്ലാത്ത രീതിയിൽ കളിക്കുന്നതാണല്ലോ ചൂതാട്ടം, ലോട്ടറി എന്നൊക്കെ പറയുന്നത്. അതെന്താണ്, വസ്തു ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഈ കടലാസാണ് വാങ്ങിക്കുന്നത്, അത് 1 ലക്ഷം കിട്ടോ ഇല്ലേ അറിയില്ല. അതിനാണ് ചൂതാട്ടം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്നാൽ വേറെ ചിലതിൽ എന്തേ ഉണ്ടാവുള്ളൂ, നമുക്കതിൻ്റെ എന്തെങ്കിലും ഒരു വിശേഷണം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചില പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈത്തപ്പഴം അത് എന്തായാലും ഈത്തപ്പഴം കിട്ടും, പക്ഷെ വിചാരിച്ചു മൂത്തത് കിട്ടോ ഇല്ലേ എന്നതൊക്കെ ഉള്ളൂ. അതതിൻ്റെ താഴെ വരുന്ന ഗററായിട്ടാണ് പറയുന്നത്. മൂന്നാമത്തത് അൽ ഗററുൽ യസീർ എന്ന് പറയും, വളരെ കുറഞ്ഞ ചില അവ്യക്തത. അത് പ്രശ്നമില്ല എന്നുള്ളത് ഇജ്മാ ഉള്ള കാര്യമാണ്. ഏതുപോലെ നമ്മൾ ബത്തക്ക വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള വസ്തു തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ തൊലിയല്ല. പക്ഷെ നമുക്ക് തൊലി കാണാനേ നിർവാഹമുള്ളൂ, അല്ലേ? അപ്പോൾ അത് അങ്ങനെയുള്ളത് നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതല്ലെങ്കിൽ ചെറിയതായ എന്തെങ്കിലുമൊക്കെ നമുക്കറിയാത്തതായ ചെറിയ മൈന്യൂട്ട്, ഉദാഹരണത്തിന് ഒരു മൊബൈൽ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം അറിയൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ പല ചിപ്പ് സെറ്റുകളുണ്ട്, അതിൻ്റെ മെമ്മറി കാർഡുകളുണ്ടാകും, അങ്ങനെ പല ഡ്രൈവുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് ഇന്നതാണെന്നൊക്കെ പരിശോധിക്കാനൊക്കെ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അത് അനുവദനീയമാണ്. അത് ഗററുൽ യസീറാണ്, ചെറിയ നിസ്സാരമായതാണ്. അതല്ലെങ്കിൽ പരിശോധിക്കപ്പെടാൻ പ്രയാസമുള്ളതാണ്. അതൊക്കെ വാങ്ങലും വിൽക്കലൊക്കെ അനുവാദമുള്ളതാണ് എന്നാണ്. എന്നാൽ ഇവിടെ ഈ പറയുന്ന ഇത് പഴുക്കുകയില്ലേ എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ ഖിമാറിനോടാണ് കൂടുതൽ സാധ്യത. കാരണം ഈ ഈത്തപ്പഴാകട്ടെ അല്ലെങ്കിൽ ഫ്രൂട്ടാകട്ടെ ഇത് ഉണ്ടാവാനോ ഉണ്ടാവാതിരിക്കാനോ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരം കച്ചവടം നിഷിദ്ധമാണ് എന്ന് തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള ചൂതാട്ടം പോലെയുള്ള കാര്യങ്ങൾ, അറിയാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ അത് പാടില്ല എന്നാണ് പറയുന്നത്. അടുത്ത ഹദീസ് നമ്മൾ നേരത്തെ വിശദീകരിച്ചൊരു ഹദീസിന്റെ ഭാഗം തന്നെയാണ്. അൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ
നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുതലഖ റക്ബാൻ. നേരത്തെ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി ഏത് യാത്രാ സംഘത്തിന് അങ്ങോട്ട് പോയി കണ്ടുമുട്ടുക. വയബിയ ഹാദിറ ലിബാദിൻ, അതേപോലെ തന്നെ ഹാദിർ നാട്ടുകാരൻ അയാൾ പുറമേയുള്ള ആളുകൾക്ക് വിൽക്കുന്ന വിഷയം അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം ഈ ഹദീസിലുണ്ട്, അതുകൊണ്ടായിരിക്കണം അദ്ദേഹം വീണ്ടും അത് കൊടുത്തത്. ഫഖുൽതു ലിബ്നി അബ്ബാസിൻ മാ ഖൗലുഹു ഹാദിറുൻ ലിബാദ്. ഇബ്നു അബ്ബാസിനോട് ഞാൻ ചോദിച്ചു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനോട് ഞാൻ ചോദിച്ചു, അത് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്ന റാവിയായിരിക്കും പറയുന്നുണ്ടാവാം. മാ ഖൗലുഹു ഹാദിറുൻ ലിബാദ്, ഹാദിർ ബാദിന് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? ഖാല ലാ യകൂൻ ലഹു സിൻസാറൻ, അയാളൊരു ഇടനിലക്കാരനായി മാറരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. നേരത്തെ നമ്മൾ അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹദീസ് കൊടുക്കുന്നു, അൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മുസാബന. മുസാബന എന്ന് പറയുന്ന ഒരു കച്ചവടമുണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എന്താണെന്ന് പറയാം. ഒരു ഹദീസിൽ തന്നെ അതിൻ്റെ ഒരു ഭാഗം വന്നിട്ടുണ്ട്. അൻ യബിഅ സമറ ഹായിതിഹി ഇൻ കാന നഖ്ലൻ ബിതംറിൻ കൈല വഇൻ കാന കറമൻ അൻ യബിഅഹു ബിസബീബിൻ കൈല വഇൻ കാന സറഅൻ അൻ യബിഅഹു ബികൈലി തആമിൻ നഹ അൻ ദാലിക കുല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാബന എന്ന് പറയുന്ന ഒരു കച്ചവടം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ മുസാബന എന്ന് പറയുന്നത് ഒരു ഈത്തപ്പഴമാകട്ടെ അല്ലെങ്കിൽ എന്ത് പഴമാകട്ടെ, അത് പഴുത്തതിന് ശേഷവും ചില നിഷിദ്ധമായ ഒരു കച്ചവടം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് പഴുത്തതിന് ശേഷമുള്ള നിഷിദ്ധമായ കച്ചവടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. വഹുവ ബൈഉ റത്ബി ബിത്തമർ, അത് റത്ബ് അതായത് കാരക്ക അല്ലാത്ത നമ്മളെ പഴുത്ത ഈത്തപ്പഴം അത് ഉണങ്ങിയ കാരക്കയുമായി വിൽക്കലാണ്. ഒരാൾ പറയാണ്, എനിക്ക് ആ ചാക്കിലുള്ള ഒരു 10 കിലോ കാരക്ക, ഞാനിതാ 10 കിലോ പഴുത്ത ഈത്തപ്പഴവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യാണ് എന്ന് പറയാം. ആ കച്ചവടം പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് മുസാബന എന്ന് പറയുന്നത്. അവിടെ എന്താണ് വിഷയം വരുന്നത്? അവിടെ വരുന്ന വിഷയം അവിടെ ഗററല്ല, കാരണം രണ്ടു ഭാഗത്തും കാണാനൊക്കെ ഉണ്ട്. അവിടെ വരുന്നത് ഒരു തരത്തിലുള്ള റിബയാണ്, പലിശയാണ്. റിബയാണ് അവിടെ വരുന്നത്. റിബൽ ഫദ്ൽ എന്ന് പറയും. കാരണം ഈത്തപ്പഴം രണ്ടും ഒരേ ഇനത്തിൽപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ ഏത് ഈത്തപ്പഴമായാലും വിലല്ല ഒരു ഇനാണ്. ഈത്തപ്പഴം എന്ന് പറഞ്ഞ ഒരു ഇനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഴുത്ത ഈത്തപ്പഴവും ഉണക്കക്കാരക്കയും തമ്മിൽ എന്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും? നമ്മൾ 10 കിലോ കൊടുത്താലും ഒരേപോലെ കൊടുത്താലും യഥാർത്ഥത്തിൽ അത് അതിൽ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം ഇത് കുറയും. ഇത് നേരത്തെ കൂടുതൽ ഉണ്ടായിരുന്നതാണ്. ഇത് അതേപോലെ തന്നെ അല്പം വെച്ച് കഴിഞ്ഞാൽ അത് കുറയും. പ്രത്യേകിച്ച് ഇത് മരത്തിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടാണ് ഈ കച്ചവടം പറയാം. അതായത് ഈ ഇത്ര കൊലക്ക് പകരം എനിക്ക് നിങ്ങൾ ഉണക്കം കാരക്കെന്നാൽ മതി, ഇത് നിങ്ങൾക്ക് വെട്ടിക്കൊണ്ടുപോകാം എന്ന് പറയും. അപ്പം അതിലവിടെ റിബ എന്ന് വരുന്നുണ്ട്. കാരണം അതിൻ്റെ തൂക്കത്തിൽ അത് വ്യത്യാസമുണ്ടാകും എന്നുള്ളതാണ്. കാരണം റിബ നമ്മൾ നേരത്തെ പറഞ്ഞു 3 ടൈപ്പ് റിബ ഉണ്ട്. പലിശ 3 തരത്തിലുണ്ട്. ഏറ്റവും അറിയപ്പെടുന്നതാണ് നമ്മൾ കടം വാങ്ങിയിട്ട് 1000 കൊടുത്തിട്ട് 1100 വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങുന്നതാണ് ഏറ്റവും അറിയപ്പെടുന്നത്. ഏറ്റവും മോശപ്പെട്ടതും അതാണ്. അതേപോലെ തന്നെ ഇത്തരം വസ്തുക്കളിൽ റിബൽ ഫദ്ലും ഉണ്ട്, റിബൽ നസിയ ഉണ്ട്. റിബൽ ഫദ്ൽ ഈ പറഞ്ഞതാണ്. അതായത് ഒരാൾ ഒരു സാ ഈത്തപ്പഴത്തിന് പകരം 2 സാ ഈത്തപ്പഴം മേടിക്കുക. അത് ഒരു സാ പഴയ ഈത്തപ്പഴം അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഈത്തപ്പഴത്തിന് പകരം നല്ല അര സാഗായിട്ട് വാങ്ങിക്കുക. ഏതാകണമെങ്കിൽ ഈത്തപ്പഴം വാങ്ങുമ്പോൾ ഒരേപോലെ ആകണം എന്നാണ്. അതിനെന്താണ് പ്രതിവിധി? ഈ ക്വാളിറ്റി കുറഞ്ഞത് വിറ്റ് ആ പൈസ എടുത്തിട്ട് പിന്നെ ക്വാളിറ്റി ഉള്ളത് വാങ്ങണം. നബി ഹദീസിൽ അങ്ങനെ തന്നെ പറഞ്ഞതാണ്. അതേപോലെ റിബൻ നസിയ എന്ന് പറയുന്നത്, അതായത് സ്വർണം പോലത്തെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, അത് എന്ത് ചെയ്യാൻ പാടില്ല? വൈകിപ്പിക്കാൻ പാടില്ല. കാലതാമസത്തിനുള്ള പലിശ എന്ന് പറയും. അതായത് ഇന്ന് വാങ്ങിയിട്ട് അത് അപ്പം തന്നെ തീർക്കേണ്ടതാണ്. അത് പിറ്റേന്ന് പോയി അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോയി അത് തീർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിബൽ ഫദ്ലാണ്. അതായത് അപ്പം തന്നെ കൈമാറുന്നൊക്കെ ഉണ്ട്, അതേ മജ്ലിസിൽ കൈമാറുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി ശരിക്കും പറഞ്ഞാൽ അത് കണക്കല്ല. കാരണം ഒന്ന് പഴുത്ത ഈത്തപ്പഴമാണ്, ഒന്ന് ഉണങ്ങിയതാണ്. അത് തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പാടില്ല എന്ന് പറഞ്ഞിട്ട് വിലക്കുന്നത് അതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അടുത്ത ഹദീസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് തന്നെയാണ് അടുത്തത് വന്നിട്ടുള്ളത്. എന്താണ് അടുത്ത ഹദീസിൽ പറഞ്ഞത്? ജാബിർ റളിയല്ലാഹു. അതിനുശേഷം ഇവിടെ 2-3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അൻ യബി സമറ ഹായിതി ഇൻ കാന നഖ്ലൻ ബിതംറിൻ കൈല, അത് ഈത്തപ്പഴമാണെങ്കിൽ അത് തൂക്കത്തിലാണ് അത് കൊടുക്കുന്നത്. അത് അങ്ങനെയാണെങ്കിൽ വ ഇൻ കാന കറമൻ അൻ യബിഅഹു ബിസബീബിൻ കീല. കറമൻ എന്ന് പറഞ്ഞാൽ മുന്തിരിക്ക് പറയുന്ന പേരാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ഹദീസ് ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് സ്വഹാബികളോട് കറമെന്ന് മുന്തിരിക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് വന്നതാകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കറം എന്ന് പറയുന്നത്? കറം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞ ഇന്നൽ കറമ ഹുവ ഖൽബുൽ മുഅ്മിൻ, അതായത് ആദരണീയമായത് എന്ന അർത്ഥമൊക്കെ കിട്ടുന്നുണ്ട്. മുഅ്മിന്റെ ഖൽബാണ് കറം. അതുകൊണ്ട് മുന്തിരിക്ക് കറം എന്നുള്ള പേര് വേണ്ടതില്ല എന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് വന്ന ഹദീസായിരിക്കും
എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഇൻകാന കറമൻ മുന്തിരിയാണെങ്കിൽ നബി ബിസബീബിൻ ഉണക്ക മുന്തിരിയായിട്ട് വിൽക്കുക. പഴുത്ത മുന്തിരി പോയിട്ട് ഉണക്ക മുന്തിരി, കുറേ കൊലയുള്ള പഴുത്ത മുന്തിരിക്ക് പകരം എനിക്ക് ഉണക്ക മുന്തിരി തന്നാൽ മതി എന്ന് പറയുന്നത്. കാരണം രണ്ടും ഒരേതാണ്, അപ്പോൾ അത് തൂക്കം അത് ശരിയാവുകയില്ല. അപ്പോൾ പഴുത്ത മുന്തിരി അത് വേറെ വിറ്റ് പൈസ ആക്കിയിട്ട് പിന്നെ അത് ഉണക്ക മുന്തിരി വേറെ വാങ്ങണം. പരസ്പരം അങ്ങനെ കച്ചവടം ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനുശേഷം ബാക്കിയുള്ള വസ്തുക്കളും കൂടി ഓരോന്നോരോന്നായിട്ട് അതിൽ പറയണം. മുന്തിരിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഔകാന സറഅൻ അൻ യബിഅഹു ബികൈൽ തആം. സറഅൻ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ കൃഷിയും, ഗോതമ്പാകട്ടെ മറ്റ് ധാന്യങ്ങളാകട്ടെ അതെല്ലാം ആ നിലയ്ക്ക് വിൽക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ്. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ قال نهى النبي صلى الله عليه وسلم عن المخابرة والمحاقلة وعن المزابنة وعن بيع الثمر حتى يبدو صلاحها وأن لا تباع إلا بالدينار والدرهم إلا العرايا എന്ന് പറയുന്നത്. അൽ മുഹാഖല ബൈഉൽ ഹൻസതി ഫി സുംബുലിഹ ബിസാഫിയ. ഇവിടെ ചില കച്ചവടങ്ങൾ പറയാണ്. ഒന്ന് മുഹാബറത്ത് പറയാണ്ട്, മുഹാഖലത്തുണ്ട്, മുസാബനത്തുണ്ട്. ഇതെല്ലാം വിലക്കിന്നാണ്. മുസാബനത്ത് നമ്മൾ മനസ്സിലാക്കി, പഴുത്തതും ഉണങ്ങിയതുമായി തമ്മിൽ കച്ചവടം ചെയ്യലാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ബാക്കിയുള്ളത് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് മുഹാഖല എന്ന് പറയുന്ന രീതിയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഹാഖല എന്ന് പറയുന്നത് അവിടെ പറയുന്നുണ്ട് ബൈഉൽ ഹൻസതി ഫി സുംബുലിഹ ബിസാഫിയ. അത് ഈ ബാർലി അതിൻ്റെ കൊമ്പിൽ നിന്ന് തന്നെ അതേപോലെ തന്നെ വിൽക്കുക എന്നുള്ളതാണ്, പഴയതുമായി ബന്ധപ്പെടുത്തി വിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് മുഹാബറ എന്ന് പറയുന്നതാണ് അറിയാനുള്ളത്. മുഹാബറ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കൂട്ട് കൃഷി കച്ചവടമാണ്. സാധാരണ കൃഷിയിൽ നമുക്ക് കൂട്ട് കൃഷി നടത്താം. അതായത് മുസാറ എന്നാണ് സാധാരണഗതിയിൽ ഇനി പറയാം. ഒരാളുടെ കയ്യിൽ ഒരു ഏക്കർ പറമ്പുണ്ട്, അയാൾ നല്ല വിളവുണ്ടാകുന്ന ഒരു പറമ്പാണ്. പക്ഷേ ഇയാൾക്ക് കച്ചവടത്തിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. അപ്പോൾ അയാൾ വേറെ കച്ചവടത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾ പറയുകയാണ്, നീ ഇവിടെ നെൽകൃഷി ചെയ്തോളൂ, അതല്ലെങ്കിൽ ഇന്ന കൃഷി ചെയ്തോളൂ, നമുക്ക് പരസ്പരം ധാരണയിലെത്താം, ലാഭം കിട്ടിയാൽ എന്ന രീതിയിൽ അവരതിൻ്റെ അനുസരിച്ച് തീരുമാനിക്കും. അപ്പോൾ കൃഷി ചെയ്യൽ പ്രയാസമാണെങ്കിൽ അവൻ കൂടുതൽ പെർസെൻറ്റേജ് പറയും, എനിക്ക് 60 വേണം, എനിക്ക് 40 കിട്ടുള്ളൂ. ഇനി അതല്ലാണ്ട് സ്ഥലത്തിന് ഭയങ്കര വിലയൊക്കെയുള്ള സ്ഥലമാണ്, കൃഷി ചെയ്യൽ എളുപ്പമാണെങ്കിൽ അവൻ പറയും നമുക്ക് 50-50 എടുക്കാം, അല്ലെങ്കിൽ 60. അത് അവർ അനുസരിച്ചിട്ട് അവർ തീരുമാനിക്കും. അത് അനുവദനീയമായ കാര്യമാണ് മുസാറ എന്ന് പറയുന്നത്. എന്നാൽ മുഹാബറ എന്ന് പറയുന്നത്, വിലക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രീതിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷി ചെയ്യുന്ന സമയത്ത് ഇവൻ പറയും ഈ തെക്ക് ഭാഗത്തുള്ള ഇതിൽ നിന്ന് പ്രോഫിറ്റ് എനിക്ക്, അതിൽ നിന്ന് വിൽക്കുന്നതിൻ്റെ ലാഭം എനിക്ക്, മറ്റേ വടക്ക് ഭാഗം നിനക്ക്. അതല്ലെങ്കിൽ ഇന്ന ഈത്തപ്പഴമൊക്കെ അതിൻ്റെ ലാഭം ഞാൻ എടുക്കും, മറ്റേതൊക്കെ നീ. അല്ല, ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ അയാൾ പറയുകയാണ് ഈ 5 എണ്ണം ഇതിൻ്റെ ലാഭം എനിക്കാണ്, മറ്റേതിൻ്റെ ലാഭം നിനക്ക്. ഇതാണ് മുഹാബറ എന്ന് പറയുന്നത്. അത് പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് പാടില്ലാത്തത്? അവിടെ പ്രത്യേകം മനസ്സിലാക്കിയാൽ നമുക്കറിയാം. കാരണം ഇത് കച്ചവടം നടന്നിട്ട്, കൃഷി നടന്നിട്ട് ചിലപ്പോൾ ഇയാളത് എന്ത് ചെയ്യില്ല, അത് മൂക്കൂല, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നാശനഷ്ടം വരും, മറ്റേത് നാശനഷ്ടം വരാതിരിക്കും. അത് ഈ പറയുന്ന അതിൻ്റെ ആൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് നേരത്തെ ഉള്ളത് അങ്ങനെയല്ല, മൊത്തം കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ലാഭനഷ്ടമാണ് ഇവർ രണ്ടാളും തമ്മിൽ പങ്കുവയ്ക്കുക. അതാണ് അതിൻ്റെ വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മുഹാബറ വൽ മുഹാഖല വഅനിൽ മുസാബന. മുഹാബറയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ രൂപത്തിൽ ഒരു പ്രത്യേക സ്ഥലം എൻ്റെത്, പ്രത്യേക സ്ഥലം നിൻ്റെത് എന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഇത് ഭാഗ്യപരീക്ഷണം പോലെയാണ്. ചിലപ്പോൾ ഒരു ഭാഗത്ത് ഇവൻ്റെ അടുത്ത് തെക്കായിരിക്കും, അവിടെയുള്ള നല്ല വിള അവിടെ ഉണ്ടാവും, ഇവൻ്റെ അത് ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല, ഇങ്ങനെ നാശനഷ്ടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൂട്ടുകൃഷി അല്ലെങ്കിൽ കൂട്ടുകച്ചവടം ചെയ്യുന്ന സമയത്ത് മുഴുവൻ കാര്യങ്ങളിലുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. മൊത്തത്തിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ തീരുമാനിക്കും, 50-50 60-40 തീരുമാനിക്കും. പക്ഷെ അത് മുഴുവൻ കാര്യങ്ങളും വിറ്റിട്ട് അതിൻ്റെ വരുമാനത്തിൽ നിന്നാണ്. അതല്ലാതെ ഈ ഭാഗം എൻ്റെത് ആ ഭാഗം നിൻ്റെത് എന്ന് പറയുന്ന രീതിയാണ് മുഹാബറത്ത് എന്ന് പറയുന്നത്. പാടില്ല. പിന്നെ പറഞ്ഞത് മുഹാഖലയും മുസാബനയാണ്. മുസാബന കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞു, ഉണങ്ങിയതും പഴുത്തതും തമ്മിൽ വിൽക്കലാണ്. അതുതന്നെയാണ് മുഹാഖല. പക്ഷെ ഇവിടെ ഉണങ്ങിയത് പഴുത്തത് എന്നുള്ള വിഷയമല്ല, അതല്ലാത്ത മറ്റു ധാന്യങ്ങൾ, ഉദാഹരണം അവിടെ ഗോതമ്പിൻ്റെ ഒക്കെ പറയുന്നുണ്ട്. മറ്റേത് ധാന്യങ്ങളാണെങ്കിലും അത് വിള അതിലുള്ള ധാന്യവും പുറത്തുള്ള ധാന്യവും തമ്മിൽ പരസ്പരം വിൽക്കരുത് എന്നാണ്. എങ്ങനെ വിൽക്കാൻ പാടുള്ളൂ? അല്ലാ തുബാ ഇല്ലാ ബിദ്ദീനാരി വദ്ദിർഹം. പണം ഉപയോഗിച്ചിട്ട് വാങ്ങണം. അതായത് ഈ നേരത്തെ പറഞ്ഞ പഴുത്ത മുന്തിരിയാകട്ടെ അതല്ലെങ്കിൽ ഗോതമ്പാകട്ടെ, അത് വിളയിലുള്ളത് അത് വേറെ പൈസ കൊടുത്ത് വാങ്ങണം. അതും തമ്മിൽ വിൽക്കരുത് എന്നാണ് പറയുന്നത്. ഇല്ലൽ അറായ എന്ന ഹദീസിലുണ്ട്. എന്താണ് അറായ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു പ്രത്യേക എക്സെപ്ഷണൽ കേസാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയാണ്, ഒരാളുടെ കയ്യിൽ അയാൾക്ക് എന്ത് വേണം, നല്ല കാരക്ക വേണം. അയാൾക്ക് കാരക്ക ആവശ്യമുള്ളൊരു വ്യക്തിയാണ്. അയാളുടെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ല, ഒരു പാവപ്പെട്ട കർഷകൻ, അത്ര കറക്കണം അനുവാദമുള്ളത്. അയാളുടെ കയ്യിൽ 4 ഈത്തപ്പഴങ്ങളുണ്ട്, ഈത്തപ്പഴത്തിൻ്റെ തോട്ടമുണ്ട്, കുറച്ച് ഉണ്ട്, വേറെ പൈസ ആയിട്ട് അയാളുടെ കയ്യിലൊന്നുമില്ല.
അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് 5 വിസ്കിന് താഴെയാണെങ്കിൽ, നിസാബിൻ്റെ താഴെ വരുന്ന കുറഞ്ഞൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ അതുവരെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇയാൾക്ക് ഈ ഈത്തപ്പഴത്തിന് പകരം, അതായത് 5 കിലോ ഈത്തപ്പഴക്ക് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ പഴുത്ത ഈത്തപ്പഴം കൊടുത്തിട്ട് അതിന് കണക്കാക്കിയിട്ടുള്ളൊരു കാരക്ക അയാൾക്ക് വാങ്ങാം. അത് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അത് പാവപ്പെട്ട അങ്ങനെയുള്ള ആളുകൾ ബുദ്ധിമുട്ടി പോകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടുള്ള കാര്യമാണ്. അതിനൊരു പ്രത്യേക ഒരു അധ്യായം വേറെ വരുന്നുണ്ട്, ബാബുൽ ആറായ എന്ന് പറയുന്നത് വരുന്നുണ്ട്. അതല്ല എങ്കിൽ അസ്ലി പറഞ്ഞ പോലെ കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അവസാനത്തിൽ എന്താണ് മുഹാക്കല എന്ന് കൊടുത്തിട്ടുണ്ട്. ബൈൽ ഹിന്ദ ഹിൻതതി ഫി സുംബുലിഹ ബിഹിൻത, കൊലയിലുള്ള ഹിൻത ബാർലി അത് വെച്ചിട്ട് അല്ലാത്തതിന് വിൽക്കുക എന്നുള്ളതാണ് അത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഹദീസ് അനബി മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ സമനിൽ കൽബി വമഹ്റിൽ ബഗ്യി വഹുൽവാനിൽ കാഹിൻ. 3 രൂപത്തിലുള്ള വരുമാന മാർഗങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പാടില്ല, അത് നിഷിദ്ധമാണ് എന്നറിയിക്കുന്നത്. ഒന്നാമത്തേത് നഹ അൻ സമനിൽ കൽബ്, നായയുടെ വില എന്നാണ് പറഞ്ഞത്. നായയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ വിറ്റ് പൈസ ഉണ്ടാക്കാൻ പാടില്ല, നായ വില കൊടുത്ത് വാങ്ങാനും പാടില്ല എന്നാണ് പറയുന്നത്. ചില റിവായത്തിൽ ലാ യഹില്ലു സമനുൽ കൽബ്, നായയുടെ വില അനുവദനീയമാവുകയില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം നിഷിദ്ധമാണെങ്കിൽ അതിൻ്റെ വിലയും നിഷിദ്ധമാണ്. അപ്പോൾ ഇതിൻ്റെ വില അനുവദനീയമാകുകയില്ല എന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വിൽക്കലും നിഷിദ്ധമാണ്, അത് വാങ്ങലും നിഷിദ്ധമാണ്. അങ്ങനെയുള്ള വസ്തുക്കളുണ്ട്. എന്നാൽ നായ അത് കൈവക്കൽ ചില പ്രത്യേക സാഹചര്യത്തിൽ അനുവാദവുമുണ്ട്. നായ ഒരാൾക്ക് പ്രത്യേക ചില സാഹചര്യങ്ങളിൽ നായ ഒരാൾക്ക് വളർത്താവുന്നതാണ്, അത് അനുവാദവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. മൻ ഇഖ്തന കൽബൻ ഇല്ലാ കൽബി മാഷിയത്തിൻ ഔ കൽബി സൈദിൻ നഖസ മിൻ അമലിഹി കുല്ലി യൗമിൻ ഖീറാത്ത്. ആരെങ്കിലും ഒരു നായ വളർത്തുന്നു, അത് ഏത് നായ ഒഴികെ എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്, ആടൊക്കെ ഉണ്ട്. അപ്പം ആടിനെ ചെന്നായ പിടിക്കാൻ വരും. ഇവിടെ ഒരു നായ, നല്ലൊരു വലിയ സൈസ് നായനെ നിർത്തിക്കഴിഞ്ഞാൽ അത് അതിനെ നോക്കിക്കോളും. ആ രൂപത്തിലുള്ള നായ അനുവാദമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കൃഷിയുടെ ഉണ്ട്. അപ്പോൾ കൃഷിയിൽ നശിപ്പിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ജീവികൾ വരും. ഈ നായ കൊണ്ട് നമുക്കതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാം, ആ രൂപത്തിൽ പറ്റും. അതേപോലെ നായ കൊണ്ട് നായ വേട്ടയാടി പിടിച്ചാൽ അത് അനുവാദമുണ്ട്. ബിസ്മി ചൊല്ലി നായ പറഞ്ഞു വിട്ടിട്ട് നായ വേട്ടയാടി പിടിച്ചുകൊണ്ട് വന്നാൽ അതിനെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതിൻ്റെതായ അധ്യായത്തിൽ ചില നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒഴിവ്. അതേപോലെ തന്നെ വീട്ടിലെ കാവലിനും ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൻ്റെ പുറത്താണ് വെക്കുക, വീട്ടിലെ കാവലിനും നായ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറമെ ചെയ്താൽ നഖസ മിൻ അമലിഹി കുല്ലി യൗമിൻ ഖീറാത്ത്, ഓരോ ദിവസവും ഖീറാത്ത് കുറഞ്ഞു പോകും. വലിയൊരു പർവ്വത സമാനമായ കാര്യത്തിനാണ് ഖീറാത്ത് എന്ന് പറയുന്നത്. അത്രയും പ്രതിഫലം എന്ത് ചെയ്യും? ഡെയിലി ഇയാളുടെ അമൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതല്ലാത്ത കാര്യത്തിന് ഭംഗിയായിട്ടോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വലിയ ഒരു ഫോം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ വലിയ നായൊക്കെ വാങ്ങി വളർത്തുന്നവരൊക്കെ ഉണ്ടാകും. അവിടെ ഓരോ ദിവസം അമലുകൾ കുറഞ്ഞു പോകുന്നതാണ്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് അനുവാദമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് അനുവാദം ഉണ്ടെങ്കിലും അവിടെ വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ലാത്ത രൂപത്തിൽ അയാൾക്കത് കിട്ടേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് പാടില്ല, നായയുടെ വില പാടില്ല. രണ്ടാമത് മഹ്റിൽ ബഗി എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണി എന്നാണ് പറയുന്നത്. ഇവിടെ മഹർ എന്ന് ഉദ്ദേശിക്കുന്നത് വ്യഭിചാരിണിയെ മഹർ എന്ന് പറയാറില്ല, മറിച്ച് ആ നിലക്ക് അവിടെ പരാമർശിച്ചതാണ് എന്നാണ് പറയുന്നത്. ചില സാഹചര്യത്തിൽ അങ്ങനെ പറയാം, ഇന്നെൻ്റെ മഹർ എന്നൊക്കെ പറയാറുണ്ടല്ലോ. വ്യഭിചാരിണിക്ക് കൊടുക്കുന്ന വില എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യഭിചാരത്തിന് വേണ്ടി പെണ്ണിന് കൊടുക്കുന്ന ആ പണം അത് നിഷിദ്ധമാണ്, അത് വാങ്ങുന്ന അവൾക്കും നിഷിദ്ധമാണ്, കൊടുക്കുന്ന ഈ പണവും നിഷിദ്ധമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ ഈ പറഞ്ഞ വാക്കിൽ നിന്നും ചില കാര്യം പറയാണ്. അന്നൽ ഇബ്റത ബിൽ ഹഖായിഖി ലാ ബിൽ അസ്മാ, കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ്, പേരിലല്ല. കാരണം ഇവിടെ മഹർ എന്ന് ഉദ്ദേശിച്ചത് മഹറല്ല. അപ്പോൾ ഏതൊരു വിഷയം പറയുമ്പോൾ നമ്മൾ പേര് നോക്കിയിട്ടല്ല വിഷയം, അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ പലിശരഹിത എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ വരും. പലിശരഹിത ഭവന വായ്പ അത് എന്നൊക്കെ പറയും. പലിശരഹിത എന്നൊക്കെ ആയിരിക്കും പേര്. അതിൻ്റെ ഹക്കീക്കത്ത് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയാൽ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ ആയാൽ ഇങ്ങനെ ഉണ്ടാവും, പലിശ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ വിഷയമല്ല, കാര്യം എന്താണെന്നുള്ളതാണ്. അങ്ങനെ അതേപോലെ ചിലപ്പോൾ എന്തെങ്കിലും പറ്റാത്ത പേരായിരിക്കും, പക്ഷെ വിഷയം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും വിഷയം എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ മഹർ എന്ന് പറയുന്നത് അത് ആ നിലക്ക് പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ വിഷയം എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത് എന്നുള്ളത് പണ്ഡിതന്മാരവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വഹുൽവാനിൽ കാഹിൻ എന്നാണ് പറയുന്നത്. കാഹിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവി പ്രവചിക്കുന്ന ആൾക്കാണ്, ജ്യോത്സ്യനാണ് എന്ത് പറയുന്നത്, കാഹിൻ എന്ന് പറയുന്നത്. അപ്പം അയാൾക്ക് കൊടുക്കുന്ന പണം അത് അയാൾ നിബന്ധന വെച്ചിട്ടാകട്ടെ, ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുത്തതാകട്ടെ, ഏത് നിലക്കാകട്ടെ അയാൾക്ക് വേണ്ടി കൊടുക്കുന്ന പണവും നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. സ്വീകരിക്കുന്നതും നിഷിദ്ധമാണ് എന്നുള്ളത്
അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് സഹോദരങ്ങളെ പല നിലക്കും ആളുകൾ എന്ത് ചെയ്യും, ഇത്തരം ഭാവിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരം ജ്യോത്സ്യന്മാരെ അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ആളുകളാകുമ്പോൾ ജ്യോത്സ്യം എന്ന് പറയാറില്ല, അവർ തങ്ങന്മാരെന്നോ അല്ലെങ്കിൽ ഇന്ന് ഉസ്താദെന്നോ ആ നിലക്കൊക്കെ പോയിട്ട് ഭാവിയിലുള്ള പല കാര്യങ്ങൾക്ക് ഇന്നലെ പ്രശ്നങ്ങൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, അത് ചെയ്യാറുണ്ട്. സിഹർ ഒഴിപ്പിക്കണം ആ നിലക്കുമൊക്കെ പല രൂപത്തിൽ പോവാറുണ്ട്. ഇതെല്ലാം നിഷിദ്ധമായ കാര്യമാണ് എന്നുള്ളതിൽ പ്രത്യേകം മനസ്സിലാക്കുക. ആ പണം കൊടുക്കുന്നതെല്ലാം ഈ ഒരു ഇനത്തിലാണ് പെടുക. ഇതെല്ലാം നിഷിദ്ധമായതാണ്, അത്തരം കാര്യങ്ങൾ നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലെ ഈ അധ്യായത്തിലെ അവസാനത്തെ ഹദീസ് അൻ റാഫി ബിൻ ഖദീജ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സമനുൽ കൽബി ഖബീസുൻ വമഹ്റുൽ ബഗ്യി ഖബീസുൻ വകസ്ബുൽ ഹജ്ജാമി ഖബീസുൻ. മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഖബീസാണ്, മ്ലേച്ഛമാണ് എന്ന് പറയാം. ഒന്നാമത്തേത് ആദ്യം പറഞ്ഞ കാര്യമാണ്, സമനുൽ കൽ, നായയുടെ വില. രണ്ടാമത്തേതും പറഞ്ഞതാണ് വമഹ്റുൽ ബഗ്യി, എന്താണത്, വ്യഭിചാരിണിയുടെ കൊടുക്കുന്ന പണം, ഖബീസാണ്. വകസ്ബുൽ ഹജ്ജാമി ഖബീസ്, ഹിജാമ ചെയ്യുന്നവന്റെ സമ്പാദ്യവും ഖബീസാണ് എന്നാണ് പറയുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പറയാണ്, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ മൂന്നും ഒരേ ഇനത്തിൽപ്പെട്ടതല്ല. ആദ്യത്തേത് രണ്ടും നിഷിദ്ധമാണ്, എന്നാൽ മൂന്നാമത്തേത് നിഷിദ്ധമല്ല. മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ബാക്കിയുള്ള ഹദീസുകൾ, ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള ഹദീസുകൾ ഈ വിഷയത്തിൽ സഹോദരങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതാണ് കസ്ബുൽ ഹിജാമി അല്ലെങ്കിൽ കസ്ബുൽ ഹജ്ജാമി ഖബീസ്, ഹിജാമക്കാരന്റെ സമ്പാദ്യം മോശപ്പെട്ടതാണ് എന്നാണ് ഇതിലുള്ളത്. രണ്ടാമത്തേത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ഹിജാമ ചെയ്യുകയും അയാൾക്ക് ഉജ്റത്ത്, അതിനുള്ള ഒരു പണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അത് ഹറാമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്, ഒരു ഹിജാമ ചെയ്യുന്ന ഒരു വ്യക്തി അബൂ ത്വയ്ബ എന്നാണ് പറയുന്നത്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയും അയാൾ ചോദിക്കുകയും ചെയ്തു, ഉജ്റത്തുൽ ഹിജാമിനെ കുറിച്ച് അയാൾ ചോദിച്ചു. ഫസഅല അൻ ഉജ്റത്തുൽ ഹിജാം, ഹിജാമ ചെയ്യുന്നതിന്റെ പണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞത് ഇഅ്ലിഫു നാദിഹക, നീ നിന്റെ മൃഗങ്ങൾക്കോ മറ്റോ ഒക്കെ കൊടുത്തേക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പണ്ഡിതന്മാർ ഇതിൽ മൂന്ന് ഹദീസിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാണ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും എന്തല്ല, നിഷിദ്ധമാണ് എന്നല്ല. കാരണം നിഷിദ്ധമാണ് എന്നാണെങ്കിൽ ഒരിക്കലും തന്നെ ചില റിവായത്തിൽ നിന്റെ അടിമക്ക് കൊടുത്തോളൂ, ഭൃത്യന് കൊടുത്തോളൂ എന്നുണ്ട്. ഒരിക്കലും ഭൃത്യന് കൊടുക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാൻ പറയുകയില്ല എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇജാമയുടെ സമ്പാദ്യം ഏറ്റവും നല്ല കെസ്ബിൽപ്പെട്ടതല്ല. കാരണം സമ്പാദ്യങ്ങൾ പലതരത്തിലുണ്ട്. അതിലേറ്റവും നല്ല സമ്പാദ്യം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ശുഭഹത്തും ഇല്ലാത്ത രൂപത്തിൽ നല്ല ഹലാലായ കച്ചവടം, ആ രൂപത്തിലുള്ള സമ്പാദ്യം, ഇങ്ങനെ കിട്ടുന്നതാണ് ഏറ്റവും അത്യവായ സമ്പാദ്യം എന്ന് പറയുന്നത്. നിഷിദ്ധമായത് ഒരു നിലക്ക് നമുക്ക് പാടില്ല, പക്ഷെ സമ്പാദ്യത്തിൽ തന്നെ പല രൂപത്തിലുണ്ട്. എന്നാൽ വേറെ ചില സമ്പാദ്യം അതിൽ ചില ഇഷ്കാലുകളുണ്ട്, ചില സംശയങ്ങളുണ്ട്, അങ്ങനെയുള്ളത്. അതേപോലെ ഇവിടെ ഹിജാമയുടെ കാര്യം അതിലേക്കാണ് എണ്ണിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ചില റിവായത്തിൽ വന്നതുപോലെ ലാ തഅകുൽഹു, നീ തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ തഅകുൽഹു, നീ തിന്നരുത്. ഇഅ്ലിഫു നാദിഹക്, നീ നിന്റെ ഭൃത്യനോ മറ്റോ ഒക്കെ കൊടുത്തേക്കുക, അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ മറ്റോ കൊടുത്തേക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പണ്ഡിതന്മാർ പറയാണ്, ഏറ്റവും നല്ല, നമുക്ക് സമ്പാദ്യങ്ങൾ പല നിലക്കുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമ്പാദ്യമാണ് നമ്മൾ കഴിക്കാനും അതേപോലെ തന്നെ ധരിക്കാനും നമ്മൾ വസ്ത്രത്തിനൊക്കെ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ഉള്ള സമ്പാദ്യങ്ങൾ, ഹറാം ഇതിലൊന്നും വരുന്നില്ല, ഹറാം ഒരു നിലക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് സംശയമുള്ള ചില സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ലതല്ല എന്ന് പറയാവുന്ന ചില സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ താഴെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം അതാണ് അയാൾക്ക് നല്ല തൗഫീക്ക് ലഭിക്കാൻ, അതാണ് ഏറ്റവും നല്ല ഖൈർ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഖൈറുകളൊക്കെ ലഭിക്കാൻ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അത് ആ നിലക്ക് മനസ്സിലാക്കുക. കാരണം നമുക്കറിയാം ഹറാമായതാണ് നമ്മൾ ഭക്ഷിക്കുന്നത് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഹറാമിൻ്റെ കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാത്ത ഇത്തരം കാര്യങ്ങളാണെങ്കിൽ അത് വറ കാണിക്കുക, അത് സൂക്ഷ്മത കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നുള്ള നിലക്ക് പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായവും അതിലുള്ള ഹദീസുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.